ഹായ് ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ട്രിങ്ങിനെ പറ്റിയായിരുന്നു. സ്ട്രിങ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാണ്ട് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ വഴി ഏതൊരാൾക്കും പൈത്തൺ പഠിക്കാൻ കഴിയണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞാൻ ഫുൾ സപ്പോർട്ട് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ലിസ്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ലിസ്റ്റ് എന്താണ് പറയുമ്പോൾ നമുക്ക് മുന്നത്തെ വീഡിയോയെ പറ്റി ചെറിയൊരു കാര്യം പറയണം. മീൻസ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് തരം ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ഡാറ്റ ടൈപ്പ്, ഒന്ന് രണ്ടാമത്തെ ഡിറൈവ് ഡാറ്റ ടൈപ്പ് ആണ്. സിമ്പിൾ ഡാറ്റ ടൈപ്പ് ഏതാണ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം, പൈത്തൺ തരുന്നതാണ്. നമ്മളെ ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ് അങ്ങനത്തതൊക്കെയാണ്. അപ്പോ നമ്മളെ ഡിറൈവ് ഡാറ്റ ടൈപ്പ് എന്താണ് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് പോയി കണ്ടിട്ട് മനസ്സിലാക്കി വരിക. എന്ത് ചെയ്യുക, ഡിറൈവ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈത്തൺ ഈ പറഞ്ഞ സിമ്പിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തേ വേണ്ടേ, സിമ്പിൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിലെ ഒന്നാണ് ലിസ്റ്റ്. അതിനാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പൊ ലിസ്റ്റ് എന്താണ് എന്ന കൺഫ്യൂഷൻ വരണ്ടേ. ലിസ്റ്റ്, ആ ഡിറൈവ് ഡാറ്റ ടൈപ്പ്, രണ്ട് ഡാറ്റ ടൈപ്പ്, സിമ്പിൾ, ഡിറൈവ്ഡ്. ആ ഡിറൈവിലെ ഒന്നാണ് ലിസ്റ്റ്. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇനി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പ് ആണ് നമുക്കറിയാം. അത് ഡിറൈവ് ഡാറ്റ ടൈപ്പ് ആണ് നമുക്കറിയാം. ഇന്റർവ്യൂവിനെ കാര്യത്തിൽ ഇത്രയും പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇനി ലിസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ലിസ്റ്റ് പറഞ്ഞ കളക്ഷൻ ഓഫ് ഐറ്റംസ് എന്നാണ്. അപ്പൊ കളക്ഷൻ ഓഫ് ഐറ്റംസ് ആകുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട. ഒരു ഐറ്റം, അതിന് ഒരുപാട് ഐറ്റംസ്. അപ്പൊ ലിസ്റ്റിക്ക് വരുമ്പോൾ ഒരുപാട് ഐറ്റംസ് അതിന്റെ ഉള്ളിലുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ജസ്റ്റ് ഇത് നോക്കിക്കോളി. മിക്സ്ഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആ ബ്രാക്കറ്റ് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നോക്കാം. ഹലോ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്, 10 എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്, 3.5 ഐറ്റം ഉണ്ട്, ട്രൂ എന്ന് പറഞ്ഞ ഐറ്റം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു കളക്ഷൻ ആണ്. അപ്പൊ നമ്മളത്തെ ഒരു കളക്ഷൻസ് ഉണ്ട്, കോയിന്റെ കളക്ഷൻ ഉണ്ട്, നമ്മളത്തെ ഒരുപാട് കോയിൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പൊ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് എടുക്കാൻ പറ്റും. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു ഇതന്നെ നോക്കിക്കോ. ഹലോ എന്ന് പറയുന്നത് മിക്സ്ഡിന്റെ അസൈൻ ചെയ്തിരിക്കുന്നത് എന്താ, ഹലോ എന്ന് പറഞ്ഞ എന്താ, സ്ട്രിങ് ആണ്. 10 എന്താ, ഇന്റിജർ ആണ്. 3.5 എന്താ, ഫ്ലോട്ട് ആണ്. ട്രൂ എന്താ, ബൂളിയൻ ആണ്. അപ്പൊ നമുക്കറിയാം ഡാറ്റ ടൈപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ഡാറ്റ ടൈപ്പുകളാണ്, സിമ്പിൾ ഡാറ്റ ടൈപ്പുകളാണ്. അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ആഡ് ചെയ്യുക, കോമ ഇട്ടിട്ട് ഇന്റിജർ, അങ്ങനെ പലതും ഇടാം. കോമ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരു ബക്കറ്റ് ആണ്. ആ ബക്കറ്റിനുള്ളിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഇട്ട് വെക്കാം. ആ ഐറ്റംസ് പലതും ആവാം. കോയിൻ ആവാം, എന്താ പറയുക, നോട്ട് ആവാം, ബുക്സ് ആവാം, എന്തും അതിനുള്ളിൽ കൊടുത്തിട്ടാക്കാം. ഒരു ബന്ധമില്ലാതെ ചോക്ലേറ്റ്, അങ്ങനെ എന്തും കൊടുത്തിടാം. പിന്നെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ചെറിയ റൂൾ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഇവിടെ ഈ ഇക്വേഷൻ ഒക്കെ ഓർമ്മ ഉണ്ടാവും. വേരിയബിൾ, അസൈൻ, ടൈപ്പ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പാരന്തസിസിനുള്ളിൽ ഡാറ്റ. അപ്പൊ ഡാറ്റ എന്താണ്, നമ്മളെ വാല്യൂ. നമ്മളെ വാല്യൂ ആണ് നമ്മളെ ഡാറ്റ. ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണോ, ലിസ്റ്റ് ആണോ, ഇന്റിജർ ആണോ, ഫ്ലോട്ട് ആണോ, എന്താണ് അത് നോക്കുക. വേരിയബിൾ എന്ന് പറയുന്നത് അതിന്റെ ഏതിലോട്ടാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ അടുത്തേക്കുന്ന ഒരു എന്താ പറയുക കണ്ടെയ്നർ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്കറിയാലോ. ഈ സെയിം സാധനം തന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ മിക്സ്ഡ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, അസൈൻ ചെയ്യുന്നു. ഈ ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്, ടൈപ്പ് നിർബന്ധമല്ല. ഇപ്പൊ നമ്മൾ എന്താ പറയാ, സ്ട്രിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നവാഫ് അല്ലെങ്കിൽ ജോണിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ STR കൊടുക്കണമെന്നില്ലല്ലോ. നേരിട്ട് നെയിം ഈ അസൈൻ ജോൺ അങ്ങനെ കൊടുക്കുക. ഡബിൾ കൊട്ടേഷനുള്ളിൽ ജോൺ കൊടുത്താൽ അത് സ്ട്രിങ് ആയിട്ട് പൈത്തൺ എടുക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ഉള്ളൂ. ലിസ്റ്റിനും നമ്മൾ ലിസ്റ്റ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. പൈത്തൺ അത് മനസ്സിലാവും. അത് നിങ്ങൾക്ക് കാസ്റ്റിംഗ് അറിയില്ല, നമ്മളൊരു വീഡിയോയിൽ സ്ട്രിങ്ങിന്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് നിങ്ങൾക്ക് അങ്ങനെ ലിസ്റ്റ് എന്ന് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കാസ്റ്റ് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ലിസ്റ്റുകൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പൈത്തൺ ഓൾറെഡി അറിയുന്നതല്ലേ. എന്തിനാ അതിനെ പറ്റി ആലോചിക്കുന്നത്. നമുക്ക് ആ ടൈപ്പ് അങ്ങോട്ട് മറക്കാം. ടൈപ്പ് പൈത്തൺ ഡിറ്റക്ട് ചെയ്തോളൂ. നമുക്ക് എന്ത് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഡാറ്റ എന്താ, ഡാറ്റയാണ് ലിസ്റ്റിന്റെ ഡാറ്റ. അപ്പൊ അതെങ്ങനെ കൊടുക്കാനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ലിസ്റ്റ്, ഇപ്പൊ മൗസ് പോയിന്റർ ഒക്കെ ലിസ്റ്റ് ആർ ക്രിയേറ്റഡ് യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം പറയുമ്പോൾ നമ്മൾ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്ലാൻ ചെയ്യണേ, ഡബിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷൻ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും കൊടുക്കണം. സെയിം സാധനം ലിസ്റ്റിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താണ് കൊടുക്കുക. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താ കൊടുക്കുന്നത്, അതാണ് ലിസ്റ്റായി മാറുക. അപ്പൊ അതിനുള്ളിൽ എന്ത് കൊടുക്കാന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോ ഇതിന്റെ മൗസ് പോയിന്റർ ആക്കണം. ലിസ്റ്റ് ക്യാൻ സ്റ്റോർ നമ്പേഴ്സ്, വേർഡ്സ് ഓർ അതർ ലിസ്റ്റ്. അതർ ലിസ്റ്റ് കൺഫ്യൂഷൻ ആവട്ടെ, ഞാൻ പറഞ്ഞുതരാം. അടുത്ത പോയിന്റ് ലിസ്റ്റ് ഇൻസൈഡ് ഈച്ച് ഐറ്റം സെപ്പറേറ്റിംഗ് വിത്ത് കോമാസ്. അപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പറയുന്നത് കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റം, കോയിനും ചോക്ലേറ്റും നോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന് ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ അറിയോ, ഒരു കോമ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. എയും ബി ഉള്ള ഡിഫറൻസ്, എയും ബിയും വേറെ വേറെ ആണ് നിങ്ങൾക്ക് അറിയല്ലോ, അതിൽ ഡൗട്ട് ഇല്ലല്ലോ.
ആ എയും ബിയും വേറെ വേറെ ആണ് പൈത്തൺ കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ലിസ്റ്റിന്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞത് ഒരു കോമ ഇട്ട് കൊടുക്കുക. അപ്പൊ ലിസ്റ്റ് ഓപ്പൺ ചെയ്യൽ എങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്, അതിന്റെ ഉള്ളിൽ എ എഴുതി, എഴുതിയതിനു ശേഷം ഇനി ബി എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബി വേറെയാണ്, അപ്പൊ കോമ ഇട്ട് കൊടുക്കുക. ബി കഴിഞ്ഞ് കോമ ഇട്ട് കൊടുത്ത് സി എഴുതുക, സി കഴിഞ്ഞാൽ ഡി ആണ് നിങ്ങൾക്ക് അറിയാം, കോമ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് അറിയുന്നതാണ്, ഒരു ഐറ്റം ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ മിക്സ്ഡ്, അസൈൻ, ഹെൽപ്പ്, ഇപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് മസ്പോണ്ട് നോക്കണേ. പിന്നെ എന്താ നമ്മൾ സ്ട്രിങ് എഴുതുമ്പോ എങ്ങനെ, സ്ട്രിങ്ങിന്റെ റൂൾ എന്താ, നമ്മൾ ഡബിൾ കൊട്ടേഷനോ സിംഗിൾ കൊട്ടേഷനോ ഓപ്പൺ ചെയ്ത് എൻഡ് ചെയ്ത് അതിന്റെ ഉള്ളിൽ എഴുതുന്ന ഒരു വേർഡാണ് സ്ട്രിങ്. അപ്പൊ ഇത് സ്ട്രിങ് ആണെന്ന് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഈ സ്ട്രിങ് കഴിഞ്ഞു, അടുത്തത് 10 ആണ് എഴുതാൻ പോണത്. സ്ട്രിങ് അല്ല 10, അത് വേറെ വേറെ ആണ്, അത് ഇന്റിജർ ആണ് നമുക്ക് അറിയാം. അത് വേറെ വേറെ ഡാറ്റ ആണെന്ന് തന്നെ നമുക്ക് അറിയാം, 10 വേറെ അലോ വേറെ ആണ്. അപ്പൊ 10 ഒരു കോമ ഇട്ട് കൊടുത്തു. ഇനി 10 കഴിഞ്ഞാൽ 3.5 ആണ്. 3.5 എന്ന് പറയുമ്പോ എന്താണ്, അത് വേറൊരു വാല്യൂ ആണ്, നമുക്കറിയാം, നമ്മൾ കോമൺ സെൻസ് നമുക്കറിയാം അത്. അപ്പൊ അത് കോമ ഇട്ട് കൊടുത്തിട്ട് 3.5. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൂ കൊടുത്തു, അതൊരു എന്താ പറയാ ബൂളിയൻ ആണ്, അത് വേറെ ഡാറ്റ ആണ്. 3.5 നമുക്കറിയാം, കോമ കൊടുത്തു. അപ്പൊ ലിസ്റ്റ് എന്തായി ക്രിയേറ്റ് ചെയ്യണേ നിങ്ങൾക്ക് മനസ്സിലായി. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അവസാനിപ്പിക്കുക, അതിന്റെ ഉള്ളിൽ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് എന്താ കൊടുക്കുക, ഏത് ഡാറ്റ ടൈപ്പ് ലിസ്റ്റിന്റെ ഉള്ളിൽ ലിസ്റ്റും കൊടുക്കുക. അത് എങ്ങനെയാണ് പറഞ്ഞുതരാം, ഓരോ ഐറ്റം സെപ്പറേറ്റ് ചെയ്യാൻ കോമ കൊടുക്കുക. പിന്നുള്ളത് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇത് നിങ്ങളിപ്പോ ജസ്റ്റ് മനസ്സിലാക്കിയാൽ ഇത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ലിസ്റ്റ് കുറച്ച് അറിയണം, അല്ലെങ്കിൽ എന്തായാലും കൺഫ്യൂഷൻ ആവും. എക്സാമ്പിൾ ലിസ്റ്റ് ഓർഡേഡ് ആണ്, അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയണ ഓർഡർ ആണ്, നമുക്ക് ഏത് എടുക്കാന്ന് പറയാൻ ചിലപ്പോൾ മനസ്സിലാക്കാൻ എന്താ ലിസ്റ്റിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡാറ്റ എടുക്കണത് വെക്കണത് നമുക്ക് അറിയാതെ പഠിക്കാൻ പറ്റൂല. പിന്നെന്താ ചേഞ്ചബിൾ ആണ്. ചേഞ്ചബിൾ ആണ് പറയുമ്പോൾ എന്താണ് ലിസ്റ്റ് നമുക്ക് അറിയാം, ക്രിയേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും അറിയാതെ നമുക്ക് ചേഞ്ചബിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, കൺഫ്യൂഷൻ ആവും. അപ്പൊ ഈ 3 പോയിന്റ് ജസ്റ്റ് ഓർത്ത് വെക്കുക. അത് ഓർഡർ ഉണ്ട്, അതിലൊരു ഓർഡർ ഉണ്ട്, അതിൽ ചേഞ്ച് ചെയ്യുക, ആഡ് ചെയ്യുക, അതിലെന്താ ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവും. അതെന്താണുള്ളത്, നമ്മൾ ഈ കീ ഫീച്ചേഴ്സ് നമ്മൾ ഈ ലിസ്റ്റ് ഒക്കെ ഏകദേശം മനസ്സിലായതിനു ശേഷം നമ്മൾ ഒന്നും കൂടി പറയും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാവും. കാരണം ഓർഡേഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് എന്താണ്. ഇപ്പോഴല്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ. ഇപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ കീ ഫീച്ചേഴ്സ് ആയതുകൊണ്ട് മെൻഷൻ ചെയ്ത് വെച്ച്, അത്രേ ഉള്ളൂ. അത് നമ്മൾ പിന്നെ നോക്കും. ഇനി ലിസ്റ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫ്രൂട്ട്സ് എന്താ വേരിയബിൾ ആണ്, വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നത് എന്താ, ടൈപ്പ് ഇവിടെ വേണ്ട, പിന്നെ പാരന്തസിസിനുള്ളിലുള്ള ഡാറ്റ എന്താ ലിസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പൈത്തനോട് നമ്മൾ എന്താ ടൈപ്പ് ഒന്നും കൊടുക്കാതെ ക്രിയേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ലിസ്റ്റ് ഉണ്ടാക്കുന്ന റൂൾസ് ഇത്രേ ഉള്ളൂ, സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അവസാനിപ്പിക്കുക. ഇനി ഇതിനുള്ളിൽ ഡാറ്റ എന്തും കൊടുക്കുക, ഞാൻ എല്ലാം സ്ട്രിങ് ആ കൊടുത്തു എഴുതിയിട്ടാ. കണ്ടാ, ഒരു ഡബിൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തപ്പോൾ അതിനുള്ളിൽ ആപ്പിൾ കൊടുത്തു, കോമട്ട്. പിന്നെ അതേമാതിരി അടുത്ത സ്ട്രിങ് എഴുതുമ്പോൾ സ്ട്രിങ്ങിന്റെ റൂൾ എന്താ, ഡബിൾ കൊട്ടേഷനോ സിംഗിൾ കൊട്ടേഷനോ ഏതെങ്കിലും മതി, കൊടുത്തിട്ട് ബനാന എഴുതി, കോമ എടുത്തു, ചെറിയ എഴുതി, അതേമാതിരി സിംഗിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ ഡബിൾ കൊട്ടേഷൻ കൊടുക്കുക. ഇനി വേറെ ഒന്ന് മിക്സ്ഡ് നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി വരാം, ഞങ്ങളോട് പറഞ്ഞ ലിസ്റ്റ് ഇൻസൈഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ ഉള്ളിൽ ഏത് ഡാറ്റ ടൈപ്പ്, നമ്പർ, സ്ട്രിങ്, ഇന്റിജർ, ഫ്ലോട്ട് എന്തും കൊടുക്കുക. പ്ലസ് നമുക്ക് വേറെ ലിസ്റ്റും നമ്മളെ എന്തും കൊടുക്കാന്ന് പറഞ്ഞു. വേറെ കുറച്ചുണ്ട് സെറ്റ്സ്, ഡിക്ഷണറി ഇപ്പൊ വേണ്ട, നമ്മൾ പഠിക്കുമ്പോൾ അപ്പൊ ആഡ് ചെയ്യാം, കൺഫ്യൂഷൻ അതൊക്കെ അതിലൂടെ കൊണ്ടുവരാം, എന്തും എടുക്കാം. അപ്പൊ എങ്ങനെയാണ് നോക്കാം ലിസ്റ്റ് എങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ മൈ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ, വേരിയബിൾ ആണ്. വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റൂൾ എന്താ, സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ അതിനുള്ളിൽ എന്ത് ഡാറ്റ ചെയ്യണമെങ്കിലും അതിനൊരു കോമ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യണം, അത് നമുക്കറിയാം. അപ്പൊ ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ലിസ്റ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റിൽ ഒരു ലിസ്റ്റ് എടുത്ത് ഞാൻ ഇപ്പൊ ആപ്പിൾ, ബനാന, ചെറിയ ഉണ്ടല്ല, അത് ഇതിനുള്ളിൽ എഴുതിയാണ് വിചാരിച്ചോ, അതെന്നെ ഇതിനുള്ളിൽ എഴുതിയാണ് വിചാരിച്ചോ. അപ്പൊ ഞാൻ മൈ ലിസ്റ്റിന്റെ ഉള്ളില് ഫസ്റ്റത്തെ ഡാറ്റ അങ്ങനെ അടിച്ചപ്പോ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആണ്. അപ്പൊ ലിസ്റ്റ് എന്താണ്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് വേണേലും ഡാറ്റ കൊടുക്കുക. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ആയില്ലേ, എന്നിട്ട് കോമ കൊടുക്കുക. അപ്പൊ ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്തു, ഒരു ലിസ്റ്റിന് ഈ മൈ ലിസ്റ്റ് എന്ന ലിസ്റ്റിനുള്ളിൽ ഒരു ഐറ്റം ആഡ് ചെയ്ത്, ഇനി കോമ കൊടുത്തിട്ട് അടുത്ത ഐറ്റം ആഡ് ചെയ്യണം, കോമ കൊടുക്കുക, സെപ്പറേറ്റ് ചെയ്യുക, അടുത്ത ഐറ്റം എന്താ വീണ്ടും ലിസ്റ്റ് തന്നെ ആഡ് ചെയ്യണം വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ലിസ്റ്റ് ക്ലോസ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാറ്റ കൊടുത്ത് എന്ത് കൊടുക്കുക, 10, 20, 30 എന്ത് വേണമെങ്കിൽ കൊടുക്കുക, ഏത് ഡാറ്റ ടൈപ്പ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ലിസ്റ്റ് കൊടുക്കുക, കാരണം വെച്ചാൽ ലിസ്റ്റിന്റെ ഉള്ളിൽ ഇപ്പൊ ലിസ്റ്റ് കൊടുക്കുന്നത് കാണിച്ചു തന്നില്ലേ. ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ വീണ്ടും ലിസ്റ്റ് കൊടുക്കുക, നമുക്ക് ചെയ്ത് കാണിച്ചു തരാണ്. നമുക്ക് ഓൺലൈൻ കമ്പൈലർ ഓപ്പൺ ആക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം.
ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എൻഡ് ചെയ്യുമ്പോൾ ഒന്ന്, അതിനുശേഷം നമുക്ക് ഒരു സ്ട്രിങ് കോമ എടുത്തിട്ട് അടുത്ത സ്ട്രിങ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, വേറെ ഡാറ്റ ടൈപ്പും കൊടുക്കാം. അപ്പൊ ഫ്ലോട്ട് കൊടുക്കാം, 1.8 കൊടുക്കുക. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കുക, ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ, നമ്മൾ പൈത്തണോട് അങ്ങനെ ഒരു വേരിയബിൾ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് പ്രിന്റ് ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പൊ എന്തായി, ആപ്പിളും ഇതും വന്ന്. ഇനിയിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ടൈപ്പ് കൊടുത്തില്ലല്ലോ, നമുക്ക് എന്താ ചെയ്യാ, പ്രിന്റ് ചെയ്ത് നോക്കാം ഇതിന്റെ ടൈപ്പ്. ടൈപ്പ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ലിസ്റ്റ് വരണ്ട, നമ്മൾ കൊടുത്താലില്ലെങ്കിൽ പൈത്തൺ മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് വരും. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വേറെ ഒന്നിനും ട്രിക്ക് ഉണ്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇതൊന്നും ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ക്രിയേറ്റ് ചെയ്തു, ഇതും ക്രിയേറ്റ് ചെയ്തു. ഇത് രണ്ടും ഒരു ഡൗട്ട് ഉണ്ടാവില്ല. ഇനി ഉണ്ടായ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഇനി ലിസ്റ്റിന്റെ ഉള്ളിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയല്ലേ. അപ്പൊ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ആപ്പിൾ എന്താ, ഒരു സ്ട്രിങ്, അതിനുശേഷം കോമ എടുത്ത് നമുക്കറിയാം എന്താണ് ആപ്പിളും ബനാനും വേറെ നമുക്കറിയില്ല. ആപ്പിൾ ബനാന വേറെ ഒരു ഫ്രൂട്ട് അല്ലല്ലോ, വേറെ വേറെ അല്ലേ, അത് ആ ലോജിക്ക്. അപ്പൊ ഇത് കൊടുത്തു, അതിനുശേഷം എന്ത് ചെയ്തു, ബനാന 1.8 സംഭവമില്ലല്ലോ, നമുക്കറിയാം. അപ്പൊ ഇത് വേറെ ഐറ്റം ആണ്, അപ്പൊ ഇതിനൊരു കോമ. ഇനി അതിനുള്ളിലേ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. ലിസ്റ്റ് ഇൻസൈഡ് ലിസ്റ്റ്, ഏത്, ഇതാണ് ഫസ്റ്റ് ലിസ്റ്റ്. ഇതിന്റെ ഉള്ളിൽ വീണ്ടും ലിസ്റ്റ്. നമുക്ക് പറഞ്ഞാലേ ഏത് ഡാറ്റ ടൈപ്പും കൊടുക്കാണ്, നമ്മൾ സ്പേസ് കൊടുത്താൽ മനസ്സിലാൻ വേണ്ടി സ്പേസ് കൊടുക്കുകയാണ്. അപ്പൊ ഇതിനുള്ളിൽ ഒരു ലിസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുക. ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്, ഓട്ടോമാറ്റിക് ആയിട്ട് പൈത്തൺ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടല്ല, ക്ലോസിംഗ് ഓപ്പൺ. ഇനി ഇതിനുള്ളിൽ എന്തും കൊടുക്കാം. ഇതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഒരു ഡാറ്റ ടൈപ്പ് എന്താ നമ്പർ കൊടുത്തു, പിന്നെ ഒരു ഫ്ലോട്ട് കൊടുക്കുകയാണ്, 4.9 കൊടുത്തു. ഇനി ഇതിനുള്ള സ്ട്രിങ് കൊടുക്കുകയാണ്, ഹലോ. ഇപ്പൊ എന്തായി, ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇതിനുള്ളിൽ 3 വാല്യൂ കൊടുത്ത്, 3 ഐറ്റംസ്, കളക്ഷൻ ഓഫ് ഐറ്റംസ് അല്ലേ, 1, 2, 3. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടങ്ങള്, ഈ ലിസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഈ ലിസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്ത്, എന്നിട്ട് ഒരു ആപ്പിള്, ഒരു ബനാന, ഒരു 1.8 കോമ, ഇത് 3 സെപ്പറേറ്റ് ചെയ്ത്, അതിനുശേഷം ഒരു കോമ എടുത്തുകൊണ്ട് അടുത്തത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്താണ്, വീണ്ടും ഒരു ലിസ്റ്റ് ആണ്. മനസ്സിലായില്ല. അപ്പൊ ലിസ്റ്റിനുള്ളിൽ നമുക്ക് വേറെ ലിസ്റ്റ് കൊടുക്കാൻ കഴിയും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക്. നമുക്ക് വീണ്ടും ലിസ്റ്റ് കൊടുക്കാം. ഞാൻ ഇതിനെ വീണ്ടും ഇവിടെ കോപ്പി ചെയ്തിട്ട് ഫ്രണ്ടിൽ കൊടുന്ന് കൊടുക്കാം. പക്ഷെ എന്താ, ഈ ലിസ്റ്റും ഈ സ്ട്രിങ്ങും കൂടി ഒരു സെപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കും. ഇപ്പൊ എന്തായി, ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ഈ ലിസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്ത് കുറച്ച് ഐറ്റം ആഡ് ചെയ്ത്, അതിനുശേഷം ഒരു കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു, ഒരു ആപ്പിൾ കൊടുത്ത് കോമ എടുത്ത് സെപ്പറേറ്റ് ചെയ്തു, ഒരു ബനാന കൊടുത്ത് കോമ എടുത്ത് സെപ്പറേറ്റ് ചെയ്തു, 1.8 കോമ എടുത്ത് സെപ്പറേറ്റ് ചെയ്തു, അതിനുശേഷം ലിസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, ഒരു കോമ എടുത്ത് ഇതിനെ സെപ്പറേറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്ത് പുതിയൊരു ഐറ്റം, ജസ്റ്റ് 1, 2, 3, അത്രേ ഉള്ളൂ. നോക്കണേ, ഇവിടെ ഒരു ലിസ്റ്റ് ആദ്യം വന്ന്, എന്നിട്ട് അതിനെ കോമച്ച് സെപ്പറേറ്റ് ചെയ്ത്, എന്നിട്ട് ഇതെല്ലാം കോമച്ച് സെപ്പറേറ്റ് ചെയ്ത്, വീണ്ടും ഒരു ലിസ്റ്റ് വന്ന് അതിനെ കോമച്ച് സെപ്പറേറ്റ് ചെയ്ത്, വീണ്ടും ഒരു ലിസ്റ്റ് വന്നു. ലിസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ എത്ര ലിസ്റ്റ് വേണം എഴുതാം. ഇനി കൺഫ്യൂഷൻ ആവരുത്, ഒരു സിമ്പിൾ കാര്യം കൂടി പറയാണ്. ഇപ്പൊ കൺഫ്യൂഷൻ ആയിരുന്നിട്ടാ, ഇപ്പൊ കൂടുതൽ ലിസ്റ്റ് വേണ്ട, നമുക്ക് ഇതിമേ തന്നെ നോക്കാം. ഈ ലിസ്റ്റിനുള്ളില് ഒരു ലിസ്റ്റ് ആണല്ലോ ഇത്, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതേമാതിരി സ്ട്രിങ്, ഫ്ലോട്ട്, വീണ്ടും ലിസ്റ്റ്. ഇപ്പൊ എങ്ങനെ വെച്ച് കഴിഞ്ഞാല്, ലിസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്, അതാണ് ഈ ലിസ്റ്റ്. ഇതാണ് ഈ ലിസ്റ്റ്. ഈ ഫസ്റ്റത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞത് മെയിൻ പാരന്റിന് ഈ സിമ്പിൾ ആയിരിക്കും. ഈ പാരന്റിന് ഒരു ചൈൽഡ്, ഒരു കുട്ടി, ഞാൻ കുട്ടിയും ഫാദറായ ആ കുട്ടിക്ക് വേറൊരു കുട്ടി, അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ ചൈൽഡ് ആയിട്ട് പോണേ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, വീണ്ടും ഞാനൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം മെയിൻ ലിസ്റ്റ് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് അവസാനിക്കുന്നത്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഒരു കോമ സെപ്പറേറ്റ് ചെയ്തു, പിന്നെ ഈ ലിസ്റ്റ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഒരു ലിസ്റ്റ് ആണ് നമുക്ക് അറിയല്ലോ. മൗസ് പോയിന്റർ നോക്കണം, ഇതിങ്ങനെ ഒരു ലിസ്റ്റ് ആണ് നമുക്ക് അറിയില്ലേ. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്, ലിസ്റ്റിന്റെ ഉള്ളിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ലിസ്റ്റിനുള്ളിൽ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പും കൊടുക്കാം. അതാണ് അതിന്റെ ലോജിക്ക്. ലിസ്റ്റിനുള്ളിൽ ഏത് ഡാറ്റ ടൈപ്പും കൊടുക്കാം. അപ്പൊ ഇതൊരു ലിസ്റ്റ് അല്ലേ, ഈ ലിസ്റ്റിനുള്ളിൽ ഏത് ഡാറ്റ ടൈപ്പും കൊടുത്തൂടെ, അതല്ലേ ലോജിക്ക്. അപ്പൊ ഇവിടെ എന്താണ്, ഫസ്റ്റത്തത് ഇന്റിജർ, രണ്ടാമത്തെ ഫ്ലോട്ട്, മൂന്നാമത്തെ സ്ട്രിങ്, നാലാമത്തെ ലിസ്റ്റ്. ഈ ലിസ്റ്റിനുള്ളിൽ വേറെ ലിസ്റ്റ് കൊടുക്കല്ലോ. പ്രിന്റ് ചെയ്ത് നോക്കുക, എന്താ നോക്കാം നമുക്ക്.
ഓക്കെ, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചുമ്മാ ടെക്സ്റ്റ് എഴുതിയതാണ്, കോഡല്ലേ. നിങ്ങൾക്ക് മനസ്സിൽ ലിസ്റ്റിന്റെ ഉള്ളിൽ ലിസ്റ്റ് എഴുതിയത് പറഞ്ഞുതരാം. അപ്പൊ കണ്ടില്ലേ, ഇതൊരു ലിസ്റ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഒന്നുണ്ട്, 4.9 അലോ ഉണ്ട്, വേറൊരു ഡാറ്റ ടൈപ്പ് അല്ല, വീണ്ടും ലിസ്റ്റ് വന്നു. പിന്നെ ഇതൊരു വേറെ, ഇത് ഇവിടെ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണത്. പിന്നെ ഇതൊന്ന് അതിനുശേഷം 2 ലിസ്റ്റ്. ഇത് ഡൗട്ടിന്റെ മെസ്സേജ് ഞാൻ ക്ലിയർ ചെയ്തരാം. അപ്പൊ ഈ ഒരു ലിസ്റ്റ് മാത്രം നമ്മൾ എടുത്ത് നോക്കുക. ഇതിന്റെ ഉള്ളിൽ വീണ്ടും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ ലിസ്റ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും പോവാം. അതൊക്കെ നമുക്ക് ഫെച്ച് ചെയ്യാനും പറ്റും, എടുക്കാനും പറ്റും ഡാറ്റ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ എഴുതിയിരുന്നത് എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ, ഇത് ലിസ്റ്റ് എന്ന് പറഞ്ഞത് പാരന്റ്. ആ പാരന്റിന്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും ലിസ്റ്റ് എഴുതുക. ജസ്റ്റ് മനസ്സിലാക്കി, ഇത് റൂൾ ഒന്നല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുകയാണ്. ജസ്റ്റ് ഇൻസൈഡ് ലിസ്റ്റിന്റെ ഇൻസൈഡിൽ ലിസ്റ്റ് അതാണ് ഈ കാണുന്നത്. ലിസ്റ്റിന്റെ ഇൻസൈഡിലുള്ള ലിസ്റ്റ് ആണ് ഇത്. ഇനി ഇതിന് ഇൻസൈഡിൽ വീണ്ടും ലിസ്റ്റ് കൊടുത്തൂടെ? കണ്ടാ, ഈ ഒരു ലിസ്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞ രണ്ടാമത്തെ ലിസ്റ്റ്. ഒന്നാമത്തത് പാരന്റ്, രണ്ടാമത്തത് ഇത്. ഇനി ഇതിനുള്ളിൽ വീണ്ടും ലിസ്റ്റ് കൊടുത്തൂടെ? അതല്ലേ ഇത്. ലിസ്റ്റിനുള്ളിൽ ഏത് ഡാറ്റ ടൈപ്പ് നമുക്ക് കൊടുക്കാം. സിമ്പിൾ ലോജിക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് അടുത്ത എന്താണ് അറിയാം. ഇപ്പൊ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഡാറ്റനെ പറ്റി പറഞ്ഞു. നമുക്ക് എംപ്റ്റി ആയിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാല് ഇത്രയും ഡാറ്റ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഡാറ്റയാണ്, ഡാറ്റ വേണം നമുക്ക് ഓരോ ആവശ്യത്തിന്. പക്ഷെ തൽക്കാലം എനിക്ക് വേണ്ട എന്താ അറിയോ, ഒരു സിറ്റുവേഷൻ ആലോചിച്ചോ. ഞാനിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യണം. എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു സിമ്പിൾ ആലോചിച്ച് എനിക്കൊരു ബക്കറ്റ് വേണം. നമ്മൾ ലോജിക്കായി എനിക്കൊരു ബക്കറ്റ് വേണം. ആ ബക്കറ്റിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് വെക്കണം. ഈ സാധനങ്ങളൊന്നും എന്റെ അടുത്ത് ഇപ്പൊ ഇല്ലാന്ന് വിചാരിച്ചോ. പക്ഷെ എനിക്കറിയാം ഇന്ന് ഉച്ചക്ക് ഒരു 4 മണിക്ക് ആ സാധനങ്ങളൊക്കെ എന്റെ അടുത്ത് വരും. അപ്പൊ ഈ സാധനങ്ങൾ ഇട്ട് വെക്കാൻ എനിക്ക് ഒരു ബക്കറ്റ് വേണം. അപ്പൊ ആ ബക്കറ്റ് ഞാനിപ്പോ ഈ ഒരു 10 മണിക്ക് തന്നെ പോയി ബക്കറ്റ് വാങ്ങി വെക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ബക്കറ്റ് നമ്മൾ ഏർലി സ്റ്റേജിൽ വാങ്ങി വെക്കുന്നു. പിന്നെ നമ്മൾ ഇത് സംഭവം വരുമ്പോ അതിലിട്ടിക്കണു. നമ്മളെ വാലറ്റ് ഒക്കെ അങ്ങനെ തന്നെ. വാലറ്റ് വാങ്ങുമ്പോ തന്നെ കോടികൾക്ക് റുപ്യ ഉണ്ടായിരുന്നല്ലോ. വാലറ്റിനുള്ളിൽ നമ്മളിങ്ങനെ 100, 200, 300 ഇങ്ങനെ വെച്ച് വെക്കുന്നു. ആ ലോജിക് തന്നെ. അപ്പൊ നമുക്കൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എറർ അടിക്കും, ഇതിവിടെ പാടില്ല. അതായത് നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്തല്ലേ. ഇപ്പൊ എന്താണ് നോക്കണേ, ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു എംപ്റ്റി ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് റൺ ചെയ്തപ്പോ തന്നെ എന്തായി, ഫ്രൂട്ടിലോട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ആണ്. അതിനുള്ള ഡാറ്റ ഉണ്ടോ ഇല്ലയൊക്കെ രണ്ടാമത്തെ കാര്യം. ബക്കറ്റിന്റെ ഉള്ളിൽ എന്താ ഉണ്ടോ രണ്ടാമത്തെ കാര്യം. ബക്കറ്റ് ആണല്ലോ. സെയിം കൺസെപ്റ്റ്. ഫ്രൂട്ട് ക്രിയേറ്റ് ചെയ്തു, എംപ്റ്റി ലിസ്റ്റ്. ഇതിന് പറയുമ്പോ എംപ്റ്റി ലിസ്റ്റ് എന്ന് പറയാൻ. എന്നിട്ട് ഞാൻ ഫ്രൂട്ടിനെ പ്രിന്റ് ചെയ്ത് എന്താ ചെയ്യും, എനിക്ക് എംപ്റ്റി ലിസ്റ്റ് വരും. അതാണല്ലോ ഡാറ്റ. ഇതിന്റെ ടൈപ്പ് സ്റ്റിൽ എന്താ, ലിസ്റ്റ് ആണ്. അതിനുള്ള ഡാറ്റ ഉണ്ടോ ഇല്ലയുള്ള രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 3 രീതികളുണ്ട്. ഒന്നാമത്തെ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് സ്പേസ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഒരു എംപ്റ്റി ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ സിറ്റുവേഷന് നമ്മൾ പല സ്ഥലങ്ങളിലും നേരത്തെ ഒരു എംപ്റ്റി ലിസ്റ്റ് ബക്കറ്റ് വേണം, പിന്നെ അതിലോട്ട് ഇങ്ങനെ ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ കേസ് നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇനി രണ്ടാമത്തത് ലിസ്റ്റ് കൺസ്ട്രക്ടർ വേർഡ് കൺഫ്യൂഷൻ ആവണ്ട. തൽക്കാലം നിങ്ങൾ ഫംഗ്ഷൻ ഒക്കെ വിചാരിച്ചാൽ മതി. നമ്മൾ കൺസ്ട്രക്ടറും ഫംഗ്ഷനും പറയുമ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അതാണ് നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന മെയിൻ കൺഫ്യൂഷൻസ്. ഈ ഒരു ലെവലിൽ പഠിക്കുമ്പോൾ എങ്ങനെ അറിയോ, ഇപ്പൊ നിങ്ങൾ യൂസ് ലിസ്റ്റ് കൺസ്ട്രക്ടർ. അപ്പൊ കൺസ്ട്രക്ടർ എന്താ, കൺഫ്യൂഷൻ ആയി. അപ്പൊ ഒരു ഫംഗ്ഷൻ അറിയുമ്പോൾ കൺഫ്യൂഷൻ ആയി. അപ്പൊ ഫംഗ്ഷൻ എന്താണ് പോയി നോക്കുമ്പോൾ അവിടെ ഫുൾ കൺഫ്യൂഷൻ ആയി. അവസാനം അതിൽ നിന്നും ഇറങ്ങാൻ പറ്റാതായി, ഇതും മനസ്സിലാവാതെ അങ്ങനെ എല്ലാം കൂടി നമ്മൾ ലോക്കാവും. അപ്പൊ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഉപയോഗിച്ച ട്രിക്സുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മൾ എന്ത് ചെയ്യാ, ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, തൽക്കാലം അവിടെ എന്താ പറയാ, അത് അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ ആ സാധനം പഠിക്കുമ്പോണ്ടല്ലോ തിരിച്ചു വന്നിട്ട് ഇതൊന്നും കൂടി നോക്കുക. അപ്പൊ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഇപ്പൊ എന്തായാലും കൺസ്ട്രക്ടർ നമുക്ക് ആവശ്യമില്ല. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞ നമുക്ക് അറിയാം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോകളിൽ കണ്ടത് നമ്പർ അസൈൻ. നമ്പർ ഉള്ളത് വേരിയബിൾ ആണ്, എന്തായാലും ആവട്ടെ. അസൈൻ str പാരന്തസിന്റെ ഉള്ളിൽ 1. ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, ഒന്ന് പറയുന്നത് ഇന്റിജർ ആണ്. ഈ ഇന്റിജറിനെ എനിക്ക് സ്ട്രിങ് ആക്കാൻ പറ്റും. അത് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ str, നമ്മളെ str എന്താ, നമ്മളെ ഇക്വേഷൻ ഓർമ്മയില്ല എനിക്ക്, വേരിയബിൾ അസൈൻ ടൈപ്പ് പാരന്തസിൽ ഡാറ്റ. ഇത് വേരിയബിൾ അസൈൻ ടൈപ്പ് ബ്രാക്കറ്റിൽ ഡാറ്റ. ഈ ടൈപ്പ് ആണ് str, ഡാറ്റ ടൈപ്പ് ആണ് str. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളിപ്പോ ഡാറ്റ ടൈപ്പ് ആണ് ലിസ്റ്റ് എന്ന് വിചാരിച്ചു നോക്ക്. ഡാറ്റ ടൈപ്പ് ആണ് str, ഡാറ്റ ടൈപ്പ് ആണ് ലിസ്റ്റ് അല്ലേ, രണ്ടും ഡാറ്റ ടൈപ്പ് തന്നെയല്ലേ.
ഡാറ്റ എന്താ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ കൊടുത്തു വിചാരിച്ചോ. ഇപ്പൊ വേരിയബിൾ എന്താ, ഇനി ഇതൊന്ന് നോക്ക് നിങ്ങള്. നമ്പർ എന്താ വേരിയബിൾ, അസൈൻ str എന്താ ടൈപ്പ്. നമുക്ക് കാസ്റ്റിംഗ് അറിയല്ലോ, കാസ്റ്റിംഗ് എന്താ പൈത്തൺ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, നിർബന്ധമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ str എന്താ സ്ട്രിങ്, ലിസ്റ്റ് എന്താ നമ്മളെ ഡാറ്റ ടൈപ്പ്, സ്ട്രിങ് ഡാറ്റ ടൈപ്പ്, ലിസ്റ്റ് ഡാറ്റ ടൈപ്പ്. ഈ ഒന്നെന്താ നമ്മുടെ ഡാറ്റ, അത് ഇക്വേഷൻ വെച്ച് ഓർത്താൽ മതി. അപ്പൊ നമ്പർ അസൈൻ str ഒന്ന് എന്ന് പറയുമ്പോ str എന്ന ആ നമ്പർ ഒന്ന് ഇന്റിജറിനെ സ്ട്രിങ് ആക്കിക്കാണ്ട് നമ്പറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. നമ്പറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക സ്ട്രിങ്ങിനെ. സ്ട്രിങ് എന്താ നമ്പർ എന്ന് ഒന്ന് പറഞ്ഞ നമ്പറിനെ സ്ട്രിങ് ആക്കിയിട്ട് നമ്പറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. മനസ്സിലായിട്ടുണ്ടോ? ഒന്നെന്ന് പറയുന്നത് ഇന്റിജർ, ഇന്റിജറിനെ സ്ട്രിങ് ആക്കൽ എങ്ങനെ, നമുക്ക് പൈത്തനോട് പറയാം ഇത് സ്ട്രിങ് ആണ്. അപ്പൊ str കൊടുത്തിട്ട് ഒന്ന്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഫസ്റ്റിലെ വീഡിയോകളിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അവിടെ പോയി കണ്ട് മനസ്സിലാക്കുക. അത്യാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കണ്ടാൽ മതി. പിന്നെ അപ്പൊ str എന്താണ് ആലോചിക്കുക, മനസ്സിലായി. ഇനി അതേ സംബന്ധം ലിസ്റ്റിനായിട്ട് വിചാരിച്ചോ. str ഒരു ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ലിസ്റ്റ് ഒരു ഡാറ്റന്റെ ടൈപ്പ് ആണ്. അപ്പൊ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ എന്താ പറയുക ഡബിൾ കൊട്ടേഷനിൽ നെയിം ഒരു ഹലോ എന്ന് കൊടുത്തുകൊണ്ട് നമ്പറിലോട്ട് അസൈൻ ചെയ്താൽ, ഇപ്പൊ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചാൽ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇപ്പോ നമ്പർ str 1, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾക്ക് 1 കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യാണ്. ടൈപ്പ് ആട്ടോ ഇവിടെ പ്രിന്റ് ചെയ്യാം, വാല്യൂ നമുക്ക് എന്തായാലും അറിയാലോ. ഇപ്പൊ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, എന്താ വരുന്നത്, ഇന്റ് ആവും വരിക, കണ്ട ഇന്റ്. ഇനി ഇന്റിന് എനിക്ക് സ്ട്രിങ് ആക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോ എനിക്ക് ഈ ഒന്നിനെ ഹലോന്റെ കൂടെ കൂട്ടണം, ഹലോ പ്ലസ് 1. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ എഫ് സ്ട്രിങ്ങും ജോയിനൊക്കെ കമ്പൈൻ ചെയ്യുന്ന പ്ലസ് മെത്തേഡ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടാൽ മതി. അപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഹലോനെ പ്ലസ് ചെയ്യണം, നോക്കിക്കോ. അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ. കണ്ടങ്ങള് ഹലോ ഒന്ന് സ്പേസ് വേണം, നമ്മളിവിടെ സ്പേസ് ഇട്ട് കൊടുക്കണം. അതിനുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് അവിടെ നോക്കുക. നമ്മൾ ഇപ്പൊ കൺഫ്യൂഷൻ ആയി പോകും, പിന്നെ വീഡിയോന്റെ ലിസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ്. ഇപ്പൊ കണ്ടങ്ങള് സ്ട്രിങ് 1 പ്ലസ് ഹലോ, അപ്പൊ 1 ഹലോ. ഇത് ഞാൻ നേരെ മറിച്ച് ഇത് സ്ട്രിങ് എന്നാണ്ട് മാറ്റി എറർ അടിക്കും. കണ്ടങ്ങള് ഇത് നമുക്ക് എഫ് സ്ട്രിങ് ഉപയോഗിക്കാം, അത് നിങ്ങൾ കണ്ട മനസ്സിലാക്കി വീഡിയോയിലുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എറർ അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെ സ്ട്രിങ് ആക്കിയാണ്ട് നമുക്ക് എന്താ പറയുക, ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ഡാറ്റ, ഇപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ തന്നു വിചാരിച്ചു. നിങ്ങൾ ഒരു യൂസർ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ തരുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് സ്ട്രിങ് ആയിട്ട് വേണം, പല കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത് നോക്കാണ്ടാണ് നിങ്ങൾ ബാക്കിൽ കോഡ് ചെയ്തുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ str ഉള്ളിൽ ആ യൂസർ അടിച്ച ആ നമ്പർ ആണ്ട് ടൈപ്പ് വന്നാൽ മതി. ഈ നമ്പർ എങ്ങനെ വരാനുള്ളത് നമ്മൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ മൊബൈലിൽ പറഞ്ഞ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കണെന്ന് വിചാരിച്ചോ, യൂസർ എൻ്റർ ചെയ്യുന്ന ഡാറ്റ. ഇവിടെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് നോട്ട് ചെയ്തതാണ്. ഇവിടെ യൂസർ എൻ്റർ ചെയ്ത ഡാറ്റ എന്ന് വിചാരിക്കുക ഈ മൊബൈൽ, ആ മൊബൈലിൽ നേരെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ str വിളിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇതിനോടൊക്കെ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാനോ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഇപ്പൊ നമ്മൾ ആലോചിക്കണ്ട. അപ്പൊ പറഞ്ഞു വന്നത് str എന്തെങ്കിലും ഉപയോഗിക്കുകയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കളക്ട് ചെയ്താണ്, ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഞാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ നമുക്ക് ലിസ്റ്റ് വേണം. എക്സാമ്പിൾ ലിസ്റ്റ് str തന്നെ ലിസ്റ്റ് ആണ് ഡാറ്റ ടൈപ്പ് തന്നെ. ലിസ്റ്റിന്റെ ഉള്ളിൽ ഞാനൊന്നും കൊടുക്കാതെ റൺ ചെയ്ത് നോക്കുകയാണ്, empty ലിസ്റ്റ് വന്നു. ഇതേ സംഭവം തന്നെ നമ്മൾ empty ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ വന്നത്. ഔട്ട്പുട്ടിൽ ഒരു മാറ്റം വരില്ല, കണ്ട ഔട്ട്പുട്ട് സെയിം ഔട്ട്പുട്ട് തന്നെ. അപ്പൊ നിങ്ങൾക്ക് empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഏതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തതാട്ടെ. മറ്റേത് ഞാൻ എന്റെ ഓർമ്മയിൽ വളരെ റയറില് ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് ഇനി മനസ്സിലാക്കുന്നത് ഏത് സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതൊക്കെ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ജസ്റ്റ് empty ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ മനസ്സിലാക്കുക. ലിസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്യട്ടാ, കൂടുതൽ ടൈം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ്ടുണ്ടെങ്കിൽ റിസർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാനും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച് പറഞ്ഞു തരുമ്പോൾ ഇപ്പോ എല്ലാവർക്കും അത് മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ പക്ഷേ നിങ്ങളൊരു ഡെയിലി ഒരു 5 hour 6 hour വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറാണ്, ഡെഫിനറ്റ്ലി ഈ ഒരു കണ്ടന്റോട് നോക്കൊന്നും ആവില്ല.
അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് ചെയ്യാൻ കൂടുതൽ ഇൻഫർമേഷൻ പ്രോപ്പർ ആയിട്ട് എന്ത് പഠിക്കാനുള്ള ഞാൻ പറഞ്ഞുതരാം. എന്താ പറയാ അത് എങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്ത് തരാം. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ അപ്പോൾ പഠിച്ചാൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ഫീൽഡിലോട്ട് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എന്താ ലിസ്റ്റ് എങ്ങനെ ലിസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു വേണ്ട, ഈ ലിസ്റ്റ് പറഞ്ഞാൽ സ്ട്രിംഗ് പോലെ str പോലുള്ള ലിസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ str ന് പകരം നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് കോൾ ചെയ്യും. അപ്പൊ എംപ്റ്റി ലിസ്റ്റ് വരും, ഔട്ട്പുട്ട് ഇത് വരും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഒരു എംപ്റ്റി ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് ഇവിടെ ഫസ്റ്റ് സിമ്പിൾ മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ, സിമ്പിൾ മെത്തേഡ് പറഞ്ഞു. എനിക്കൊരു ലിസ്റ്റ് വേണം, എംപ്റ്റി ലിസ്റ്റ് അല്ല, ഒരു വാല്യൂ, ഏതെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു 5, ഇപ്പൊ 1 പറഞ്ഞ നമ്പർ ഇന്റിജർ 5 ഉള്ള ഒരു ലിസ്റ്റ് വേണം. കാണിച്ചു തരാം ഒന്ന്. അപ്പൊ ഞാൻ ഇവിടെ 1 ഞാൻ പറഞ്ഞില്ല, 1 പറഞ്ഞു, 1 സ്പേസ് വെറുതെ ഇട്ടതാട്ടോ. ഒന്നുകൂടെ ഒരു ഇൻറ്റു കൊടുക്കുക, നമ്മൾ അങ്ങനെയാണല്ലോ എപ്പോഴും ഇൻറ്റു ചെയ്യുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാ, എത്ര വേണം, എനിക്കിപ്പോ ഒരു 10 വേണം എന്ന് പറഞ്ഞ. അപ്പൊ എന്താണ് 10 ഐറ്റംസ് ഉണ്ട് നമ്മുടെ ലിസ്റ്റിന്റെ ഉള്ളിൽ, 10 ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് അറിയാലോ, ഇപ്പൊ ഹലോ കോമ, ജോൺ കോമ, വേൾഡ് കോമ, അങ്ങനെ 10 ഉണ്ടാവും. അതാണ് ഈ 10. അത് സ്റ്റാറുകൾ ഗുണിക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഗുണം നടക്കുന്നത് ഇത് 1 ഇതിനുള്ളിൽ ഒരു ഡാറ്റ ടൈപ്പ് 1, അങ്ങനെ എത്ര വേണമെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കുക. 10 വട്ടം വന്നു. ഇത് നമ്മൾ ഈ നമ്പർ കൂടുതലായിട്ട് ഉപയോഗിക്കില്ല. നമുക്ക് നണ്ണ് പറഞ്ഞൊരു സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ ടൈപ്പിൽ വാല്യൂ ഇല്ലെങ്കിൽ നണ്ണായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അതെന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ എന്നോട് പറയാം, നമുക്ക് മനസ്സിലാ ഇവിടെ നോട്ടെ, നമ്മൾ ഈ എക്സ് എന്നത് നമുക്ക് എക്സ് ആദ്യം നമുക്ക് അസൈൻ ചെയ്ത് വെക്കണം. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അസൈൻ ചെയ്ത് വെക്കാം, പ്രിന്റ് എക്സ്. ഇപ്പൊ എക്സ് ഇവിടെ പ്രിന്റ് ആവും. ഇവിടെ ഒരു ഫംഗ്ഷൻ ഇതായി എന്തുകൊണ്ട് വരുന്നില്ല നോക്കാം നമുക്ക്. എക്സ് അസൈൻ ഓക്കെ, ഇവിടെ വരുന്നുണ്ട്, നമ്മൾ കാണാത്തതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ വാല്യൂ ഇല്ലല്ലോ. അത് ഞാൻ ജസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും നമുക്ക്. കണ്ടാ ഇവിടെ വാല്യൂ ഉണ്ട്, പക്ഷെ ഇതിൽ നമ്മൾ എംപ്റ്റി ആണ്. അപ്പൊ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ഡാറ്റ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും ആ എക്സ് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നില്ല, കൺഫ്യൂഷൻ ആവും. എംപ്റ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ എന്തൊരു എംപ്റ്റി വേണമല്ലോ, എംപ്റ്റി എന്നല്ല. പിന്നെ ഇപ്പൊ ബക്കറ്റ് ആദ്യം വാങ്ങി വെക്കണം, പിന്നെ അതിന് സാധനം എംപ്റ്റി ആയിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്ക്. അപ്പൊ എക്സിലോട്ട് പിന്നെ ഞാൻ അസൈൻ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, എക്സ് പ്രിന്റ് ചെയ്യും. അപ്പൊ എക്സ് 7 ആയി മാറും. നമുക്ക് റീപ്ലേസ് ചെയ്യല്ലോ, നമുക്ക് ഈ ഒരു എക്സിനെ ഇവിടെ റീപ്ലേസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഫാക്ടർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഇത്. നോർമലി നമ്മൾ ചെയ്യരുതെന്ന് പറയും, ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എംപ്റ്റി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും വേറൊരു സംഭവമാണ് നണ്ണ്. അപ്പൊ നണ്ണായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഈഫ്, ഇപ്പൊ എക്സാമ്പിൾ ആണ്, ഈഫ് എക്സ്, ഈഫ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ മനസ്സിലാവും, ഈഫ് എക്സ് ഈക്വൽ ടു നണ്ണ്. ഉണ്ടല്ലോ നിങ്ങള്, എക്സ് നണ്ണ് ആണോ, ആണെങ്കിൽ മാത്രം എക്സ് പ്രിന്റ് ചെയ്യാ, അല്ലേ, നണ്ണ് പ്രിന്റ് ആയി. ഇപ്പൊ എക്സ് ഞാൻ ഇവിടെ എന്താ പറയാ, ഇത് തൽക്കാലം ഒഴിവാക്കാണ്, കൺഫ്യൂഷൻ ആക്കാണ്. ഇവിടെ 4 കൊടുത്ത് 5 എന്താ പറയാ 5 കൊടുത്ത് വിചാരിച്ചോ, ഇപ്പൊ ഇത് പ്രിന്റ് ആവില്ല നണ്ണ്, അല്ല ആ എക്സ് പ്രിന്റ് ആവില്ല, കാരണം എന്താ എക്സ് നണ്ണല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്താ ചെയ്യാം, ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി എക്സ് നണ്ണാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കണം, അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ നണ്ണ് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് നമുക്ക്. അപ്പൊ എന്ത് ചെയ്തു പറഞ്ഞ നണ്ണ് എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഒരു എംപ്റ്റി ഡാറ്റ ആണ് നണ്ണ് ആക്ച്വലി. അതിന്റെ കുറച്ചും കൂടി കൺസെപ്റ്റ് ഡെപ്ത് പോവുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് അതൊക്കെ ഒരു മേജർ അല്ല, അത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബേസിക് ആയിട്ട് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് എംപ്റ്റി ആയിട്ടുള്ളതാണ് നണ്ണ്. പിന്നെ അതിന്റെ റൂൾസ് നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ എന്തായത് 10 വട്ടം നണ്ണ് വരണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 1 വരണുണ്ട്, 10 വട്ടം മതിയില്ല, അത് നണ്ണ് വരും. ഇവിടെ നിങ്ങളിപ്പോ 100 വട്ടം കൊടുത്താലും 100 വട്ടം വരും ലിസ്റ്റ്. അപ്പൊ എന്താ പറയാ, ഇനീഷ്യലി നിങ്ങൾ ഇതിപ്പോ ഗുണം എന്താ പറയുക, ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്തു 100 ഐറ്റംസ് ഉള്ള ഒരു ലിസ്റ്റ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് സ്റ്റാർട്ടിങ് തന്നെ. നിങ്ങൾക്ക് ഈ 100 ഐറ്റം ഇങ്ങനെ പതുക്കെ ആഡ് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് നിങ്ങളെ പ്രൊജക്റ്റില്. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കാം, നിങ്ങളെ പ്രൊജക്റ്റിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യണമെന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഇനീഷ്യലി ഒരു 100 സെറ്റ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 8 സെറ്റ് ചെയ്ത് വെച്ചു. ഫിക്സ്ഡ് ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് സ്റ്റാർട്ടിങ് തന്നെ, പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി.
അപ്പൊ 3 ടൈപ്പ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫിക്സ്ഡ് ആയിട്ട് 8 എണ്ണം ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ ഇത്രേ ഉള്ളൂ. എംപ്റ്റി ആയിട്ട് യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ, യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ് എങ്ങനെ എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എസ് ടി ആറിന്റെ ഫംഗ്ഷൻ പോലെ എസ് ടി ആർക്ക് മാറ്റിയതുപോലെ ലിസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കൺസ്ട്രക്ടർ അറിയിക്കേണ്ട ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ആക്ച്വലി ഫംഗ്ഷൻ അല്ല പറയാം, പക്ഷെ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയാണ്. ഫേക്ക് ഇറ്റ് അണ്ടിൽ ഗെറ്റ് ഇറ്റ് എന്നൊക്കെ പറയില്ല, അതേമാതിരി നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാകാനാണ് ഇമ്പോർട്ടന്റ്. ലിസ്റ്റ് എന്ന ഫംഗ്ഷൻ കോൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ലിസ്റ്റ് എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതേമാതിരി യൂസ് ലിസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായാലും മൾട്ടിപ്പിൾ ഐറ്റംസ് വരാൻ വേണ്ടിയാണ്. അപ്പൊ എംപ്റ്റി തന്നെയാണ് ഈ ലിസ്റ്റ്, കാരണം ഇതിന്റെ ഡാറ്റ ഒക്കെ എംപ്റ്റി ഡാറ്റയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈവൻ ഒന്ന് കൊടുത്താൽ ആ ലിസ്റ്റ് നമുക്ക് ആക്ച്വലി ഒരു യൂസ്ഫുൾ അല്ലല്ലോ. നമ്മൾ പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ആഡ് ചെയ്യില്ലേ. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എംപ്റ്റി ആണ്. നമുക്ക് അതിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. 3 എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കി. ലിസ്റ്റ് എന്താണ്, ലിസ്റ്റിനുള്ളിൽ ലിസ്റ്റ് വരും, ഡാറ്റ ടൈപ്പ് വരും, കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യും, എങ്ങനെ സ്റ്റാർ ക്രിയേറ്റ് ചെയ്യും, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ബേസിക് ഓപ്പറേഷൻസ് വിത്ത് ലിസ്റ്റ്. ലിസ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് ഓപ്പറേഷൻ. നമ്മൾ മെത്തേഡ്സ് സ്ട്രിങ് പഠിച്ച സമയത്ത് നമ്മൾ അപ്പർ ലോവർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേമാതിരി ലിസ്റ്റിന്റെ ഉള്ളിലോട്ട് ഐറ്റംസ് ആഡ് ചെയ്യുന്നത്, ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്, അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതിൽ ചില ഭാഗങ്ങൾ എടുക്കുന്നത്, അങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻ. അപ്പൊ ആദ്യത്തത് അത് നമുക്ക് എന്താ പറയുക, ക്രിയേറ്റ് ചെയ്തപ്പോ നമുക്ക് എല്ലാവർക്കും അറിയല്ലോ. ഇനി അതിന് ഏതെങ്കിലും ഒരു ഡാറ്റ ഇങ്ങോട്ട് വേണം. ഇപ്പൊ എന്റെ അടുത്ത് ഒരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിൽ കുറെ ഐറ്റംസ് ഉണ്ട്, എനിക്ക് അതിന് ഒരു കോയിൻ ഇങ്ങോട്ട് വേണം. അപ്പൊ എന്ത് ചെയ്താൽ നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്ട്രിങ് പഠിക്കുന്ന സമയത്ത് സ്ലൈസിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ അതേ സംഭവം നമ്മൾ ഇൻഡെക്സ് 0, 1, 2, 3, 4, 5 അങ്ങനെ പറഞ്ഞിട്ടിരുന്നു. അതൊരു മൈനസ് വെച്ചാണ് -1, -2 പറഞ്ഞിരുന്നു. അതേ സംഭവം വെച്ചാണ് നമുക്ക് ലിസ്റ്റ് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം പോസിറ്റീവ് ഇൻഡെക്സ് 1, 0, 1, 2, 3, 4 സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മസ്റ്റ് ആയിട്ട് ഓർക്കേണ്ടത് 0 വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 അല്ല, ഫസ്റ്റ് എലമെന്റ് 0 ആണ്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് ആപ്പിളിന് 0, ബനാനക്ക് 1, ഷെറിക്ക് 2, മാംഗോ 3, ഓറഞ്ച് 4. അപ്പൊ ലോജിക്കലി നിങ്ങൾ സ്ട്രിങ് കണ്ട ആളാണ്, നിങ്ങൾക്ക് ഇത് ആലോചിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഇക്വേഷൻ അതെങ്ങനെ അതിന്റെ റൂൾ മാത്രം നോക്കിയാൽ മതി. ഫ്രൂട്ട്സ് ആണ് നമ്മളെ വേരിയബിൾ, അത് നമുക്കറിയാം വേരിയബിളിന്. പിന്നെ നമ്മളെ ലിസ്റ്റ് നമ്മൾ സ്ട്രിങ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കേണ്ട ഏതാണ് ഇൻഡെക്സ്, ആ ഇൻഡെക്സ് കൊടുക്കുക, ആ ഡാറ്റ അങ്ങോട്ട് പോരും. അപ്പൊ ഫ്രൂട്ട്സിന്റെ 0 ഏതാ നോക്കാണ്, ആപ്പിള്. ഫ്രൂട്ട്സിന്റെ 2 ഏതാ, 0, 1, 2 ശരി, അങ്ങോട്ട് പോരും. നമുക്ക് നെഗറ്റീവ് നോക്കാം, അങ്ങോട്ട് ചെയ്ത് നോക്കാം. ലിസ്റ്റിൽ അപ്പൊ നെഗറ്റീവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നെഗറ്റീവ് പറഞ്ഞ ലാസ്റ്റ് എന്താ, -1, -2, -3, -4, -5. അപ്പൊ ഇപ്പൊ എക്സാമ്പിള് ഇതിൽ എത്ര ഐറ്റം ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഈ പോസിറ്റീവ് ഇൻഡെക്സിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എലമെന്റ് എടുക്കണമെങ്കിൽ ഒരുപാട് അതിന്റെ ലെങ്ത് ഒക്കെ നോക്കി എത്ര ഐറ്റം ഉണ്ട് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് ഇൻഡെക്സിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, നെഗറ്റീവ് ഇൻഡെക്സ് -1 എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെന്റ് വരും. പോസിറ്റീവ് ഇൻഡെക്സ് ഫസ്റ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് വരും. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് ഗുണം മനസ്സിലായില്ലേ, സ്റ്റാർട്ടിൽ നിന്ന് എടുക്കുക, അങ്ങനത്തെ കുറെ പരിപാടികൾ ഇതുകൊണ്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഇങ്ങനെ ഡേ ബൈ ഡേ ഗ്രോ ആയി വന്നാൽ മതി. അപ്പൊ പോസിറ്റീവ് എന്താ, നെഗറ്റീവ് എന്താ. ഇനിയിപ്പോ നമ്മൾ ഫ്രൂട്ടിന്റെ നെഗറ്റീവ് വെച്ച് ചെയ്ത് നോക്കാം. -5, -5 എന്താ, ആപ്പിൾ കണ്ടില്ലേ. ഫ്രൂട്ടിന്റെ -3 എന്താ, ഷെറി. ഫ്രൂട്ട്സിന്റെ -1 എന്താ, ഓറഞ്ച്. അപ്പൊ അത് സിമ്പിൾ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേരിയബിൾ നെയിം നമ്പർ അവിടെ നിൽക്കട്ടെ, പ്രശ്നമില്ല, ചുമ്മാ കൊടുക്കല്ലേ, ആപ്പിള്. ഇപ്പൊ അത് മൂന്നെണ്ണം വന്ന് വിചാരിച്ചോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, എനിക്ക് പ്രിന്റ് ഫംഗ്ഷൻ കൊടുക്കേണ്ട അതൊക്കെ അറിയില്ല, നമുക്ക് നേരിട്ട് പ്രിന്റ് ചെയ്യാനാണ് കൊടുക്കുന്നത്. ഇതിനുള്ളിൽ നമുക്ക് എന്താ വേണ്ടത് കൊടുക്കുക, സ്പേസ് ചെയ്യാൻ വെറുതെ കൊടുക്കുകയാണ്. നമ്പറിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഇൻഡെക്സ് കൊടുക്കണം. അപ്പൊ ഞാൻ 0 ഇൻഡെക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഏതാ വരിക, ബനാന. കണ്ടില്ലേ, 0th ഇൻഡെക്സ്. ഞാൻ നേരെ -1 കൊടുത്താൽ എനിക്ക് ഇൻഡെക്സ് ഏതാണ് പോലും അറിയില്ല, ഞാൻ ജസ്റ്റ് പറയണേ 0 കൊടുത്താൽ ഫസ്റ്റത്തെ വരും, -1 കൊടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ വരും. അപ്പൊ എനിക്ക് ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഈസി ആയിട്ട് ഫെച്ച് ചെയ്യാനാണ് നെഗറ്റീവ് ഇൻഡെക്സും പോസിറ്റീവ് ഇൻഡെക്സിന്റെ ഗുണം വരുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, -1 ഇനി പകരം -1ന്റെ കൂടെ -1ന് പകരം ഞാൻ ഒരു 4 കൊടുത്ത് എന്താ ഉണ്ടാവുക നോക്കാം. ഔട്ട് ഓഫ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ചിൽ പറയില്ല, 4 പറഞ്ഞ സംഭവം ഇല്ല, 3 ഉള്ളൂ ഇവിടെ. 3 ഇല്ല, 0, 1, 2 ഉള്ളൂ, 3 ഉണ്ടാവില്ല. കാരണം 0 വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടില്ല 3 ഇല്ല. അപ്പൊ നമുക്ക് ഇതിലുള്ളത് കറക്റ്റ് തരും, മാംഗോ.
ഇത് നെഗറ്റീവ് ആണെങ്കിൽ -4 അടിച്ചു നോക്കാണ്. ഇല്ല, -4 ഇല്ല. കാരണം -1 -2 -3 -1 -0 അല്ല -1 -2 -3 വരെ നമുക്ക് ഉള്ളൂ. ബനാന വരും -3. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ എലമെന്റ് ഫെച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിംഗിൾ എലമെന്റ് ഫെച്ച് ചെയ്യാം. ആക്സസിങ് സിംഗിൾ ഐറ്റംസ് അല്ല, സിംഗിൾ ഐറ്റം. അപ്പൊ അതെങ്ങനെ ചെയ്യാനുള്ളത് നമ്മൾ മനസ്സിലായി. ആ ഇൻഡെക്സ് കൊടുക്കുക. ഏതാണ് ഇൻഡെക്സ് അത് കൊടുക്കുക. ഇനി ചേഞ്ച് ലിസ്റ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്, ബനാന, ആപ്പിൾ, മാംഗോ. അതിൽ ചേഞ്ചസ് വരുന്ന നിലവിലുള്ള ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഒരു സാധനം മാറുക, മോഡിഫൈ ചെയ്യുക. അപ്പൊ ഞാൻ പറയണത് തൽക്കാലം ആപ്പിളിന് പറ്റിട്ട് ഗ്രേപ്പ് ആക്കണം. അപ്പൊ ഞാൻ നിലവില് നമ്പർ പ്രിന്റ് ചെയ്ത് എന്താ ഉണ്ടാകുക, ആപ്പിള്, ബനാന, മാംഗോ. എനിക്കറിയാം നമ്പറിന്റെ എത്രാമത്തെ ഇൻഡെക്സാ ബനാന. ഇവിടുത്തെ കേസിൽ ഇവിടെ നമുക്ക് അറിയാം. അപ്പൊ എത്രയായി? 0. അപ്പൊ നമുക്ക് തൽക്കാലം ആപ്പിൾ അല്ലേ മാറ്റണ്ടേ. അപ്പൊ 1 ഇൻഡെക്സ് 1 ഒന്നിലോട്ട് നമ്മള് മറ്റേ എക്സാമ്പിൾ ഉണ്ടല്ലോ, വേരിയബിൾ അസൈൻ ഡാറ്റ ടൈപ്പ്. വേരിയബിൾ എന്താ ഇവിടെ? നമ്പറിന്റെ നമുക്ക് ഓരോ വാല്യൂ കൺസിഡർ ചെയ്യണം. നമ്പറിന്റെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ആപ്പിൾ ആണ് വരികയാണ്. അപ്പൊ അതൊരു വേരിയബിൾ സ്റ്റോർ ആണ് വരില്ല. അപ്പൊ നമ്മൾ ഇതിന് തൽക്കാലം എന്ത് ചെയ്തു? അസൈൻ. ഈ ഒരു എക്സാക്ട് ഡാറ്റ, ഈ ഒരു ഡാറ്റയിലോട്ട് അസൈൻ നമുക്ക് എന്താ വേണ്ടത് കൊടുക്കുക, ഗ്രേപ്പ്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കൂല, കാരണം നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല. ഇവിടെ പ്രിന്റ് ചെയ്തു, ഇതിവിടെ അവസാനിച്ചു. ഇനി നമ്മൾ ഇവിടെ ഇതിനെ ചേഞ്ച് ചെയ്തു, നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇതിന്റെ ഒരു വാല്യൂ നമ്മൾ റീപ്ലേസ് ചെയ്തെന്ന് ആലോചിച്ചു. പറയുമ്പോൾ എക്സിനെ റീപ്ലേസ് ചെയ്ത വാല്യൂ മാറുന്ന പറഞ്ഞ മാതിരി ഇവിടുത്തെ ലിസ്റ്റ് കൊടുത്ത് ഒരു ഡാറ്റനെ റീപ്ലേസ് ചെയ്തു. ഇനി ഇവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് മാറും. ഉണ്ടെങ്കിൽ ആ ആപ്പിള് പോയിട്ട് ഗ്രേപ്പ് വന്നു. ഇനി എനിക്ക് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാ, ഇതന്നെ ചേഞ്ച് ചെയ്യാൻ വേറെ ഇൻഡെക്സ് ഞാൻ എന്ത് ചെയ്തു, -1 വെച്ചാൽ ലാസ്റ്റ് എലമെന്റിന് ഞാൻ വെറുതെ 1 ആക്കി. ജസ്റ്റ് നമ്പർ എന്തും കൊടുക്കാം നമുക്ക് ഡാറ്റ ടൈപ്പ് ഏതും കൊടുക്കല്ലോ. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ഇട്ടാ ആദ്യം ഡയറക്റ്റ് വരും, പിന്നെ ഗ്രേപ്പ് മാത്രം മാറും. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ -1 എന്താ, മാംഗോനെ 1 ആക്കി. എന്നിട്ട് പ്രിന്റ് ചെയ്തപ്പോ ആ ബനാനയും ഗ്രേപ്പും അവിടെ ഉണ്ട്, 1 പോയി. 1 വന്ന് മാംഗോ പോയി. മാംഗോ എന്താ, -1 എന്ന് പറയണ എന്താ, മാംഗോ പോയി. അപ്പൊ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതാണ് മോഡിഫൈ ദ ലിസ്റ്റ്. ഇത് കണ്ടെങ്കിൽ ഫ്രൂട്ട്സിൽ ആപ്പിൾ 0, ബനാന 1, ചെറി 2. അപ്പൊ എന്താ ഇവിടെ 1 എന്താ, ഫ്രൂട്ടിൽ 1 പറഞ്ഞ ബനാന എന്നിട്ട് എന്താ, അപ്പൊ ഇവിടെ ബനാന പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഫ്രൂട്ട് 1ലോട്ട് നമ്മൾ മാംഗോ അസൈൻ ചെയ്തു. അപ്പൊ എന്താ ഉണ്ടായത്, ഫ്രൂട്ടിൽ 1 എന്താ, 0, 1 ബനാനനെ മാറ്റിയിട്ട് അസൈൻ മാംഗോ, റീപ്ലേസ് ചെയ്യണ പോലെ അങ്ങനെ വിചാരിച്ചാൽ മതി. മാംഗോ വന്ന് എന്നിട്ട് എന്താ പറയാ, ഇപ്പൊ ഇവിടെ ഫ്രൂട്ട് 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഫ്രൂട്ട് എന്താ, ഇത് 1 എന്താ, 0, 1. അപ്പൊ ഇവിടെ ബനാന വരേണ്ടിട്ട് പകരം നമ്മൾ ഇവിടെ മാംഗോ ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോ ഇവിടെ മാംഗോ വന്നു. സിമ്പിൾ അങ്ങ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഡൗട്ട് ഉണ്ടോ ചോദിച്ചോണ്ട്. ഇപ്പൊ ഒന്നാമത്തെ എന്താ, ആക്സസ് ഇൻ ദ ഐറ്റം, സിംഗിൾ ആയിട്ടാ. ചേഞ്ച് ഇൻ ദ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. അതപ്പോ നമ്മൾ ചേഞ്ച് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻഡെക്സിലോട്ട് വേറെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്താൽ അത് മാറും. പ്രിന്റ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി ആഡിങ് ഐറ്റംസ് ടു എ ലിസ്റ്റ്, ലിസ്റ്റ് ഒന്ന് വലുതാക്കി. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, അതിന് ഏതെങ്കിലും ഒന്ന് എടുത്തു. രണ്ടാമത് എന്താ ചെയ്താൽ ഏതെങ്കിലും ഒന്നങ്ങ് മാറ്റി. ഇനി അത് മാറ്റാനൊന്നും പോണില്ല, ആ 3 അവിടെ കിടന്നോട്ടെ. അതിൽ ഒന്നും കൂടെ കൂട്ടാൻ പോവുകയാണ്. ഒന്നും കൂടി എക്സ്ട്രാ ഒന്ന് ഗ്രോ ചെയ്യണം. ലിസ്റ്റ് ഒന്നും കൂടി കൂടുകയാണ് കേട്ടോ, വലുതാക്കണം, എണ്ണം കൂട്ടുകയാണ്. അതെങ്ങനെ നോക്കാം. ആഡ് ഐറ്റം ടു എ ലിസ്റ്റ്, ഗ്രോ ദ ലിസ്റ്റ്. അത് ഞാൻ ജസ്റ്റ് മനസ്സിലായതാണ്. ആഡ് 1 ഐറ്റം അറ്റ് ദ എൻഡ്. നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഐറ്റം ആഡ് ചെയ്യാതെ നമ്മളിപ്പോ കൺഫ്യൂഷൻ വേണ്ട, സിംഗിൾ ഐറ്റം വെച്ച് ആഡ് ചെയ്യണം ആലോചിക്കുക. ആഡ് 1 ഐറ്റം അറ്റ് ദ എൻഡ്. അപ്പൊ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട് വിചാരിച്ചോ. ഇതാണ് നമ്മളെ ലിസ്റ്റ്. ഈ ലിസ്റ്റിന്റെ ഇവിടെ ഒരു കോമ കൊടുത്തിട്ട് 1 വരണം. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഇവിടെ ഇല്ല കേട്ടോ, ഇതിലോട്ട് ആഡ് ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ, അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്, മെത്തേഡ്. നമ്മൾ സ്ട്രിങ്ങിലൊക്കെ അപ്പർ ലോവർ എന്നൊക്കെ പറഞ്ഞില്ല. അത് നിങ്ങൾ ശരിക്ക് നിങ്ങൾക്ക് എന്താ പറയുക, ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളോട് ഇപ്പൊ ഒരാൾ പറയണേ, എടാ എനിക്കൊരു സ്ട്രിങ് ഉണ്ട്, നിങ്ങളുടെ പ്രൊജക്റ്റിലുള്ള കേസാണ്, ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ് യൂസർ ചിലപ്പോ അവനക്ക് ഇഷ്ടമുള്ള മാതിരി എൻ്റർ ചെയ്യും.
പക്ഷെ എനിക്ക് ആ സ്ട്രിങ് ക്യാപിറ്റലൈസ് ചെയ്ത് തന്നെ വരണം എന്റെ പ്രൊജക്റ്റിൽ. അങ്ങനെ അതിന്റെ ഒരു വൃത്തിക്ക് കിട്ടുള്ളൂ എന്നാണെങ്കിൽ നിങ്ങളപ്പോ മനസ്സിൽ നിങ്ങളെ ഓർമ്മയിൽ വരും, യെസ് ഞാൻ സ്ട്രിങ്ങിൽ ഒരു മെത്തേഡ് അതിനും വേണ്ടി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് കഴിച്ചപ്പോ കിട്ടിയില്ല, നിങ്ങൾ ഒന്ന് റിസർച്ച് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ആ സാധനം കണ്ട അപ്പൊ മനസ്സിലാവും, ഓ ക്യാപിറ്റലൈസ് ആയിരുന്നല്ലോ. ഇനി അതേമാതിരി ഏതോ ഒരുത്തര് എന്താ പറയാ യൂസർ അവിടെ എൻ്റർ ചെയ്ത സമയത്ത് അക്ഷരങ്ങൾ എന്താ പറയാ ഒരു എ ബി ഫുൾ ക്യാപിറ്റൽ എഴുതി, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത് വിചാരിച്ചോ. പക്ഷെ നിങ്ങളെ പ്രൊജക്ട് ചെയ്തപ്പോൾ നിങ്ങളെ ലോജിക്കലി നിങ്ങളെ ബാക്ക് എൻഡിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമായിരുന്നു, നിങ്ങളെ കോഡിലേക്ക് യൂസർ ക്യാപിറ്റൽ ലെറ്റർ എൻ്റർ ചെയ്യരുത്, സ്മോൾ ലെറ്റർ തന്നെ എൻ്റർ ചെയ്യണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹം. പക്ഷെ യൂസർ എൻ്റർ ചെയ്തപ്പോൾ അവിടെ ക്യാപിറ്റൽ ലെറ്റർ വന്ന ഒരു സിറ്റുവേഷൻ ആലോചിക്കുക, അങ്ങനെ വന്ന്. പക്ഷെ നിങ്ങൾക്ക് അതെന്ത് ചെയ്യണം, ചെറിയ ലെറ്ററിലോട്ട് വരണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനെ ലോവർ ആക്കാം. നിങ്ങളിത് മെത്തേഡ് ഉണ്ട് ഡോട്ട് ലോവർ. അപ്പൊ അത് അങ്ങനെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ലിസ്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ കുറച്ച് മെത്തേഡ്സിൽ ഒന്നാണ് അപ്പൻഡ്. അപ്പൻഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യുക. അത് അങ്ങനെ ഉള്ള റൂൾസ് മനസ്സിലാക്കി വെക്കുക. അപ്പൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ, മെത്തേഡ് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സാധനത്തിനുള്ളിൽ എന്താണോ കൊടുത്തത് അത് ലാസ്റ്റിലോട്ട് ആഡ് ആവും. ചെയ്ത് നോക്കാം നമുക്ക്. നമ്പർ ഡോട്ട് അപ്പൻഡ്, അപ്പൻഡിലോട്ട് 1 ആഡ് ചെയ്തു. നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം ആദ്യം. ഫസ്റ്റിൽ ഇത് പ്രിന്റ് ചെയ്തു, യെസ്. രണ്ടാമത് എന്ത് ചെയ്തു, നമ്പറിൽ അപ്പൻഡ് ചെയ്തു. എന്നിട്ട് ഇത് നമ്പർ വീണ്ടും പ്രിന്റ് ചെയ്തു. അപ്പൊ എന്താ 1 ആഡ് ആയി. ഇനി ഞാൻ വീണ്ടും ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ്. സ്പേസ് മാറ്ററില്ല, കുറച്ചും കൂടി ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്താണ്. ഇപ്പൊ എന്താ ഉണ്ടാകാൻ നോക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഒന്നും ഇങ്ങനെ കൂടി 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 വരും. ഓരോ പ്രാവശ്യം നമ്മൾ പ്രിന്റ് ചെയ്യണ ഇത് കൂട്ടിയിട്ട് ഒന്ന് പ്രിന്റ് ചെയ്യും, ഇത് കൂട്ടിയിട്ട് വീണ്ടും പ്രിന്റ് ചെയ്യും, ഇത് കൂട്ടിയിട്ട് വീണ്ടും പ്രിന്റ് ചെയ്യും. ഉണ്ടങ്ങള് ഇതിപ്പോ ഞാൻ ഇവിടത്തെ പ്രിന്റ് ഒഴിവാക്കിയിട്ട് എന്താ പറയാ ലാസ്റ്റിലാണ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രിന്റ് വരുള്ളൂ, ഒറ്റല്ല 2 പ്രിന്റ് വരുള്ളൂ. കേട്ടാ ഇത്രേ ഇവിടെ എന്താ ഇത് ലിസ്റ്റിലോട്ട്, ഇവിടെ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ ലിസ്റ്റിലോട്ട് ഒരു അപ്പൻഡ് ചെയ്ത് ഒന്നുകൂടി. അപ്പൊ എന്താ ഈ ലിസ്റ്റ് ഇവിടെ 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 എത്തിയപ്പോ എന്താ ലിസ്റ്റ്, ഇവിടെ എന്താ ലിസ്റ്റ് വരുന്നത്, ഇവിടത്തെ ലിസ്റ്റ് ആക്ച്വലി ഇവിടുത്തെ ഔട്ട്പുട്ടിന് പറയുന്നത് ആക്ച്വലി ഇതാണ്, ഇതല്ലേ, ഇതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. പിന്നെ വീണ്ടും പറഞ്ഞു ഒന്നും കൂടി ആഡ് ചെയ്യണം. ഇനി തൽക്കാലം ഇത് ഞാനൊരു 10 ആക്കിയാണ് കൊടുത്ത് വിചാരിച്ചു. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാകുന്ന അറിയോ, നമ്മളത് ഒരാഴ്ച കഴിഞ്ഞാൽ കോമ വരണുള്ള പൈത്തൺ റൂളാണ്, നമ്മൾ അപ്പൻഡ് കൊടുത്തത് ഓട്ടോമാറ്റിക് കിട്ടുള്ളൂ. ഇവിടെ കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും 1 തന്നെ കൊടുത്തു. അപ്പൊ എന്താ ഈ 10ന് ശേഷം വീണ്ടും 1 വരും. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, അപ്പൻഡ് ഒന്നും കൂടി കൊടുത്തു. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ എന്ത് ചെയ്ത് വീണ്ടും 1 കൊടുത്തു. ഞാനല്ല പൈത്തൺ കൊടുത്തത്. ഇവിടെ വീണ്ടും നിങ്ങൾ 1 കൊടുത്തപ്പോ പൈത്തൺ വീണ്ടും എന്ത് ചെയ്ത് 1 കൊടുത്തു. പക്ഷേ ലാസ്റ്റിലോട്ട് എന്താണ് വാല്യൂ കൊടുക്കുന്നത് അത് ആഡ് ചെയ്യും. ഇവിടെ ഇപ്പൊ നിങ്ങൾ പോയിട്ട് എന്താ പറയാ KK എന്ന് ചുമ്മാ ആഡ് ചെയ്ത് കൊടുത്തിക്കണ ഈ 1ന് വരെ ഇവിടെ ഡബിൾ കോഡിൽ KK ആഡ് ചെയ്യും. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. കണ്ടങ്ങള് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എറർ അടിക്കൂല, കാരണം ഇത് പൈത്തൺ മനസ്സിലാവുന്നതാണല്ലോ. നമുക്ക് തൽക്കാലം ഇത് വേണ്ട, നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എഴുതിയതാണ്. ഇപ്പൊ നിങ്ങള് ലാസ്റ്റിൽ നമ്പർ പ്രിന്റ് ചെയ്യപ്പോ ഇതൊക്കെ ആഡ് ചെയ്തുള്ള ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തരും. കണ്ടങ്ങള് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് അപ്പൻഡ്, ഇത്രേ ഉള്ളൂ. ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യാറുണ്ട് അപ്പൻഡ്, അങ്ങനത്തെ ഓർത്തിച്ചാൽ മതി. ഇനിയിപ്പോ പറയുന്ന ഒരു സ്പെസിഫിക്, ഇപ്പൊ നിങ്ങളോട് ലാസ്റ്റിൽ ആഡ് ചെയ്താൽ പറഞ്ഞു, പക്ഷെ നിങ്ങളെ പ്രൊജക്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നത് എന്താ, ലാസ്റ്റിലെല്ലാം ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സെന്ററില് മാംഗോന്റെ തൊട്ട് മുന്നില് ഗ്രേപ്പ് ആഡ് ചെയ്യണം. അങ്ങനെ ഒരു ലോജിക് ആലോചിച്ചോക്കാം. ഫ്രൂട്ട്സ് എന്താ, ആപ്പിള്, മാംഗോ, ചെറി. നിങ്ങളോട് പറഞ്ഞിരിക്കണ, അല്ലെ നിങ്ങളെ ലോജിക്ക് എന്താ അറിയോ, നിങ്ങളൊരു വാല്യൂ കണ്ടെത്തിയിട്ട് ആ വാല്യൂവിന്റെ തൊട്ട മുന്നിലാണ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങളെ കണ്ടീഷൻ. അപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇൻഡെക്സ്, നമ്മളിവിടെ ടെക്സ്റ്റ് അല്ല ഇൻഡെക്സ് ആണ്, ഇതിന് ഇൻഡെക്സ് എത്ര 0 1, 1ലോട്ട് ഗ്രേപ്പ് ആഡ് ചെയ്യാൻ. അപ്പൊ ആക്ച്വലി എന്താ വെച്ചാൽ 1ലോട്ട് ഇൻസേർട്ട് എന്ന ഫംഗ്ഷൻ, അപ്പൊ എന്താ മനസ്സിലായില്ലേ, ഇപ്പൊ നിങ്ങൾ നേരിട്ട് മാംഗോ റീപ്ലേസ് ചെയ്യില്ല, എങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങോട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ പറയാൻ കാണിച്ചു തരാം, അത് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം, കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പോ ഫ്രൂട്ട്സിൽ എന്ത് ചെയ്തു, ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, 1 ഉണ്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ഈ മാംഗോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ, ഫ്രൂട്ട്സില്
ഫ്രൂട്ട്സിന്റെ എത്ര 0 1 ഒന്നില് സോറി ആദ്യം ബ്രാക്കറ്റ് ഓൺ ആക്കിയിട്ട് ഇൻഡെക്സ് കൊടുക്കുക. അസൈൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു ഗ്രേപ്പിന് കൊടുത്ത്. ഇപ്പൊ നിങ്ങൾ ഫ്രൂട്ട് പ്രിന്റ് ചെയ്ത് എന്താ ഉണ്ടാകുക ആപ്പിള് ഗ്രേപ്പ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ പോയി ഗ്രേപ്പ് വന്നു. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ അതല്ല വേണ്ടത്. മാംഗോ അവിടെ ഉണ്ടാവണം. ആപ്പിൾ ഗ്രോ ചെയ്യണം. നമ്മള് മോഡിഫൈ ചെയ്യല്ല ഗ്രോ ചെയ്യാൻ ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൽ 3 ഉണ്ട്. ഒന്ന് ആ സ്പെല്ലിംഗ് നോക്കണ്ട അതിൽ എസ് ഓർമ്മയുണ്ട്. ആപ്പിള് മാംഗോ ചെറി 3 ഉണ്ട്. അതിലോട്ട് ഗ്രോ ചെയ്ത് ഗ്രേപ്പ് ആഡ് ചെയ്യാണ് 4 ആക്കാണ് ലിസ്റ്റ്. 3 അല്ല 4 ആക്കി. ഇവിടെ എന്താ ഉണ്ടായത് ലിസ്റ്റ് 3 ആയി അപ്ഡേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ലിസ്റ്റ് ഗ്രോ ചെയ്യാണ്. പക്ഷെ നിങ്ങൾക്ക് മാംഗോ നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് ഗ്രേപ്പ് ആഡ് ചെയ്യേണ്ടത്. ഇത് പറ്റൂല. അതേ സ്ഥലത്ത് ആഡ് ചെയ്ത് അപ്ഡേറ്റ് ആയി പോകും. അപ്പൊ നിങ്ങൾ ഇൻസേർട്ട് എന്ന മെത്തേഡാണ് ഉപയോഗിക്കുക. പറഞ്ഞല്ലോ ഓവർ അപ്പറൊക്കെ ഉപയോഗിക്കുന്ന കണ്ടീഷൻ മനസ്സിലായില്ല. അതുപോലെ ഇൻസേർട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ വന്നാൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അപ്പൻഡ് ഉണ്ടല്ലോ ഇവിടെ നമ്മളെ അപ്പൻഡ് അല്ലേ ഇതിന് അപ്പൻഡ് അല്ലേ ഇതിനത് അതാണ് മാറ്റിയിട്ട് നേരെ എന്ത് ചെയ്യുക ഇൻസേർട്ട് ആണ് ചിന്തിക്കുക. ഇൻസേർട്ടിന്റെ കണ്ടീഷൻ എന്താ ഇൻഡെക്സ് ഏതാണ് 0 1 നമുക്ക് മാംഗോന്റെ സ്പേസിലാണ് പോകുന്നത്. മാംഗോ പോകില്ല കേട്ടോ. മാംഗോ ഒന്ന് പുഷ് ചെയ്താണ്ട് ഒന്നാണ് നീങ്ങുന്ന ഞാൻ അങ്ങോട്ട് ക്യാരറ്റ് അറിയില്ല. ആ ഒരു ലെവലിൽ നമ്മളൊരു ക്യൂന്ന് ഇപ്പൊ നമ്മള് തരിയുടെ കഴിച്ചാണ് ഒന്നാണ് നീങ്ങണ നൈസായിട്ട് കയറില്ല. അതുപോലെ തന്നെ ഈ 1 പറഞ്ഞ ഇൻഡെക്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യും ഗ്രേപ്പിന് ആഡ് ചെയ്യും. ഇപ്പൊ എന്താ ഉണ്ടാകുക അറിയോ ആദ്യം ലിസ്റ്റിൽ ആപ്പിൾ വരും. അതിനുശേഷം ഇത് 0th ഇൻഡെക്സ് അല്ലേ. 1ാമത്തെ ഇൻഡെക്സ് കാണുമ്പോൾ എന്ത് ചെയ്യും അതിലോട്ട് ഗ്രേപ്പ് ആഡ് ചെയ്തിടും. സ്പെല്ലിംഗ് നോക്കണ്ട ഗ്രേപ്പ് കയറി വരും. ഇവിടെ ഗ്രേപ്പ് കയറി വരും. ഇപ്പൊ എക്സാമ്പിൾ എഴുതി തരാം. ഇവിടെ എന്താ ഉണ്ടാവാൻ പോണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്ത് ചെയ്യും ഒരു സ്പേസ് ഇടാൻ മനസ്സിലാവാൻ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഗ്രേപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് ഇത്ര സ്പേസ് ഓക്കെ. ഇപ്പൊ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആപ്പിള് ഗ്രേപ്പ് മാംഗോ ഈ ഗ്രേപ്പ് മാംഗോന് ഒന്നിനെ അങ്ങോട്ട് ഒന്ന് ഉന്തി നിർത്തി. ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കുക. അപ്പൊ പഴയ ഡാറ്റ ആപ്പിള് മാംഗോ 1 അതിലോട്ട് ഗ്രേപ്പ് ഒന്ന് ഉന്തി വെച്ച് നിർത്തിയിട്ട് മറ്റൊരെന്ന് പുഷ് ചെയ്തു. ഇതാണ് ഞാൻ അവിടെ എഴുതിയ സംഭവം വന്നത്. ആപ്പിള് ഗ്രേപ്പ് മാംഗോ 1 മാംഗോനെ ഒന്നിനോട് പുഷ് ചെയ്ത് ആപ്പിൾ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഗ്രേപ്പ് കയറി നിന്ന്. ഇത്രേ ഉള്ളൂ ഇൻസേർട്ട്. സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് കുഴപ്പമില്ല. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. ചിലപ്പോൾ എനിക്ക് ഇൻസേർട്ട് മനസ്സിലാകാതെ വേറെ എനിക്ക് ചിലത് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാതെ. അപ്പൊ നമ്മൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക അത്രേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്. ഞാനും ഫ്രഷറായി തുടങ്ങുന്നത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായി. ഞാൻ പ്രൊജക്ടിന്റെ വലിയൊരു കൺഫ്യൂഷൻ ആയി. എനിക്ക് പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ കഴിയും. ഭയങ്കര കൺഫ്യൂഷൻ ആണ് അത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഞാൻ ചിന്തിച്ചത് അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ ഈ ചിന്തിക്കുന്നത് എന്താ പറയുന്നത്. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. ജസ്റ്റ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോ. പ്രൊജക്ട് ചെയ്യാൻ കഴിയും. അത് സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കി അത് അങ്ങനെ പോകും. അതങ്ങനെയാണ് അതിന്റെ രീതി. നമ്മളെല്ലാം പഠിച്ചിട്ടല്ലേ ഇവിടെ എത്തിയത്. അതും പഠിക്കാൻ കഴിയും. അന്നന്ന് പഠിക്കുന്ന കാര്യം മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ചെയ്യാം നമ്മൾ. ഇപ്പൊ ഇൻസേർട്ട് മനസ്സിലായി. നമ്മളത് പുഷ് ചെയ്തിട്ട് ആ പറഞ്ഞ ഇൻഡെക്സിൽ കൊടുത്ത് നിർത്തും. അത്രേ ഉള്ളൂ. ഈ ഇൻഡെക്സ് ഇവിടെ എന്തും കൊടുക്കട്ടോ. ഞാനിപ്പോ ഇവിടെ 0 എടുത്ത് വിചാരിച്ചു. എന്താ ഉണ്ടാകുക ആപ്പിൾ അടക്കാണ്ട് മുന്നോട്ട് വന്നിട്ട് ഗ്രേപ്പ് മുന്നിൽ കയറിക്കും. ഗ്രേപ്പ് മുന്നിൽ കയറിന്നിട്ട് ആപ്പിൾ മാംഗോ പുഷ് ചെയ്യും. ഇനി നമുക്ക് -1 ട്രൈ ചെയ്യാം. -1 ട്രൈ ചെയ്യുമ്പോ എന്താ ഉണ്ടാവുക ഞങ്ങൾ ആദ്യം പറഞ്ഞ് നമ്മളൊന്ന് പുഷ് ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങള് -1 ചിന്തിക്കുമ്പോ ലാസ്റ്റിൽ വന്ന് നിൽക്കുന്നു ചിന്തിക്കരുത്. കാരണം -1 നമ്മൾ പറയും ബിഫോർ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാ ഈ ഗ്രേപ്പ് ഇപ്പൊ നമ്മളിവിടെ 1 ആണെങ്കിൽ 1നെ പറ്റി ചിന്തിക്കുക. ഗ്രേപ്പ് 1ാമത്തെ ഇൻഡെക്സ് കണ്ടെത്തും 0 1 എന്നിട്ട് ഇതിനെ അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ഇവിടെയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ബിഫോർ പറഞ്ഞ ഇൻഡെക്സിന്റെ തൊട്ട് മുന്നിലാണ് ആഡ് ചെയ്തുകൊണ്ട് ഇതിനൊക്കെ അങ്ങോട്ട് പുഷ് ചെയ്യണം കേട്ടോ. അത് അവസാനം എന്താ പറയാ അവിടെ കയറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ -1 വരുമ്പോ എന്താ ചിന്തിച്ചു നോക്കാം. -1 വന്നാല് ഏതാണ് -1 ലാസ്റ്റ് എലമെന്റ്. ലാസ്റ്റ് എലമെന്റിനെ ഒന്ന് പുഷ് ചെയ്തിട്ട് അതിന്റെ മുന്നിലോട്ട് കയറി നിൽക്കുകയാണ് പറയുമ്പോ ഇവിടെ വന്ന് നിൽക്കണം. ആ സ്പേസ് എടുത്താണ്ടില്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കണം. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. 1 അങ്ങോട്ട് നിന്നിട്ട് ഗ്രേപ്പ് കയറിയിട്ട് മാംഗോ. പക്ഷെ 1നെ അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് അവിടെ കയറി നിൽക്കും 1ന്റെ മുന്നിൽ. -1 ക്ലിയർ. -2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാറ് -1 -2 മാംഗോനെ അങ്ങോട്ട് പുഷ് ചെയ്യും. ഗ്രേപ്പ് ഇവിടെ കയറുന്നു മാംഗോനെ അടക്കാണ്ട് പുഷ് ചെയ്തു. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കുക. എന്താ വെച്ചാൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. -1 പറയുമ്പോൾ -1ാമത്തെ ഇൻഡെക്സ് കണ്ടെത്തിയിട്ട് അതിനെ പുഷ് ചെയ്തിട്ട് അതിന്റെ മുന്നിൽ കയറി നിൽക്കും. ശേഷം കയറി നിൽക്കുമ്പോഴല്ല ഇവിടെ വന്ന് നിൽക്കുക. കാരണം ഇവിടെ നമ്മൾ -1 റീപ്ലേസ് ചെയ്യല്ല.
പുഷ് ചെയ്യണം അതിന്റെ മുന്നിലോട്ട് പുഷ് ചെയ്യണം. ആലോചിക്കുക, -1ന്റെ മുന്നിൽ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പാണ്. -1ന്റെ മുന്നിൽ എന്ന് പറയുന്നത്. -2ന്റെ ഗ്യാപ്പ് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പാണ്. ഓക്കെ, ഇപ്പൊ ഇൻസേർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം. അപ്പൊ ആഡ് ഐറ്റം അറ്റ് ദ എൻഡ് നോക്കി, ഒരു സ്പെസിഫിക് ആയുള്ള പൊസിഷനിൽ ആഡ് ചെയ്യുന്ന എങ്ങനെ നോക്കി. ഇനി നാലാമത്തെ മെയിൻ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി, ചേഞ്ച് ചെയ്യുന്നത് മോഡിഫൈ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി, അസൈൻ ചെയ്യുക അതിന്റെ സ്പെസിഫിക് ഇൻഡെക്സിലോട്ട്. ആഡ് ഐറ്റം ഗ്രോ ചെയ്യുന്നത് എങ്ങനെ, അപ്പൻഡും ഇൻസേർട്ടും ആണ് മനസ്സിലാക്കി. ഇനി നമുക്ക് ആഡ് ചെയ്യുന്ന ഇനി റിമൂവ് ചെയ്യണ്ടേ, റിമൂവ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നാലാമത്തെ പോയിന്റ് റിമൂവ് ഐറ്റംസ്, ടേക്ക് ഔട്ട് സംതിങ്, അതിൽ നിന്ന് എടുക്കുക. അപ്പൊ നമുക്ക് റിമൂവ് ചെയ്യുന്ന കുറച്ചൊരു മെത്തേഡ്സ് ഉണ്ട്. റിമൂവ് അറിയാം, ഫസ്റ്റ് നമ്മൾ റിമൂവ് ഉണ്ട്, പിന്നെ പോപ്പ് ഉണ്ട്, പിന്നെ പോപ്പിൽ നമുക്ക് ഇൻഡെക്സ് കൊടുക്കാം, ക്ലിയർ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. റിമൂവ് ഐറ്റം നെയിം. ഇപ്പൊ നമുക്ക് ഒരു ഫ്രൂട്ട് ഉണ്ട്, ആപ്പിൾ, മാംഗോ, ചെറി. ഇത് കറക്റ്റ് ആയിട്ട് ആ പേരടക്കം പേര് പറഞ്ഞ് റിമൂവ്, നമ്മളൊരു ഇൻഡെക്സ് അല്ല പറഞ്ഞു, പേര് പറഞ്ഞ് റിമൂവ് ചെയ്യാം. പേര് പറഞ്ഞ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് റിമൂവ്. എന്നിട്ട് അത് ഏതാണ് വേർഡിന് കൊടുക്കുക, ചെറിന് കൊടുക്കും. ഇപ്പൊ ഇത് നോക്കണ്ടെങ്കിൽ ഇവിടെ മാംഗോണ് കൊടുത്തെന്ന് വിചാരിച്ചോ, മാംഗോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ആപ്പിളും ചെറി ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ കേസിൽ ആക്ച്വലി ഔട്ട്പുട്ട് റോങ് ആണ്. ഔട്ട്പുട്ട് എന്താ വരുന്നത്, ഒരാൾക്ക് ഇത് നന്നായി, ഔട്ട്പുട്ട് എന്താ വരുന്നത്, ഔട്ട്പുട്ട് ആപ്പിളും മാംഗോ ആണ് വരുന്നത്, കാരണം ചെറി റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു. ചെയ്ത് നോക്കാം. ഇപ്പോ നമ്മളെ ഇതാണ് നമ്മളെ എന്താ പറയാ, ഇതിൽ പലതും ഉണ്ടല്ലോ, അപ്പൊ ഒരു മാച്ച് ആക്കാൻ കഴിയുമ്പോൾ ഇതിന് എന്ത് ചെയ്യണം, എനിക്ക് റിമൂവ് ചെയ്യണം, ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ ഞാൻ ഡാറ്റ ഡോട്ട്, ഈ റിമൂവ് മെത്തേഡ് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിണ്ടല്ലോ, നമ്മൾ മനസ്സിലാകട്ട് പതിയും. പിന്നെ നമുക്ക് എന്തൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ടല്ലോ കാരണം നമുക്ക് ഓർമ്മ വരും. അപ്പൊ ചെയ്യാത്രേ ഉള്ളൂ. ഇപ്പൊ എന്താ ഉണ്ടാകുക നോക്കാം, ഒന്ന് പോയില്ലാണ്ടാ, കറക്റ്റാ ഒന്ന് അങ്ങോട്ട് കളഞ്ഞു. നമുക്ക് കറക്റ്റ് ഏത് വേർഡാ റിമൂവ് ചെയ്യേണ്ട അറിയുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ്. ഈ ആപ്പിള് നേരെ എടുത്തിട്ട് ഇതിനോട് കൊടുത്തിട്ട് ചെയ്യാണ്ട് കണ്ണടിച്ച് കഴിഞ്ഞാൽ അതാണ് പോകും. മാംഗോയിലെ റിമൂവ് ഇത്രേ ഉള്ളൂ. റിമൂവ് കറക്റ്റ് വേർഡ് കൊടുക്കുക. ഇനി നമുക്ക് റിമൂവ് ലാസ്റ്റ്, ഈ പോപ്പ് 2 രൂപത്തിൽ ചെയ്യാണ്. പോപ്പ് 2 ഒന്നിച്ച് മനസ്സിലാക്കാൻ മതി. ഇപ്പൊ റിമൂവ് ആണ് ഒന്ന്, നമുക്ക് റിമൂവ് ചെയ്യാൻ മനസ്സിലായി. ഇനി രണ്ടാമത്തെ പോപ്പ്, മറ്റേ ഇൻസേർട്ടും അപ്പൻഡും. ഇവിടെ നമുക്ക് റിമൂവും പോപ്പും. അപ്പൊ പോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, രണ്ടും ഒന്നിച്ച് മനസ്സിലാക്കാം. പോപ്പ് ഇങ്ങനെ പോപ്പ് കൊടുത്തു കഴിഞ്ഞാല് പൈത്തന്റെ റൂളിനനുസരിച്ച് ലാസ്റ്റ് എലമെന്റ്, അതങ്ങനെ റൂളാട്ടെ, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. പോപ്പ് ഇത് ഇഷ്ടം പോലെ നമ്മുടെ സ്ഥലത്ത് ഉപയോഗിക്കുന്നു, ഇഷ്ടം പോലെ ഉപയോഗിക്കും. പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ എലമെന്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. അതെന്തോ നിങ്ങൾ ആവശ്യമാവുക, എന്തെങ്കിലും ആവുക, റിമൂവ് ചെയ്യപ്പെടും. അപ്പൊ ഇവിടെ നിന്ന് ഈ ഒന്ന് പോകും. നമുക്ക് ഇവിടെ ലാസ്റ്റ് എലമെന്റ് ഉള്ള തൽക്കാലം ഒഴിവാക്കുകയാണ്. ഇതിന്റെ കമന്റ് ശേഷം പഠിപ്പിക്കാത്തതുകൊണ്ട് ഇടുന്നില്ല, കൺഫ്യൂഷൻ ആവണ്ട വെച്ചിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഡാറ്റ പ്രിന്റ് ചെയ്യാം. അത് നമുക്ക് 2 വട്ടം ഇപ്പൊ ഡാറ്റ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 വട്ടം വരും. ഫസ്റ്റത്തത് ഇതാണ്, പിന്നെ വരുന്നത് ഈ ഒരു ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് അറിയോ, നമുക്ക് ഇൻഡെക്സ് അറിയില്ല ഇതിന്റെ 0, 1, 2. ഒന്ന് ഏതാ, മാംഗോ. ഞാൻ ഇവിടെ 1 കൊടുക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാകുക നോക്കാം. പക്ഷെ ഇവിടെ വെച്ചിട്ട് കൺഫ്യൂഷൻ ആവും. എന്താ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാല് ആദ്യം ഡാറ്റ വന്നു, ഡാറ്റ എന്താ, ആപ്പിള്, മാംഗോ 1. അതിന് ഡാറ്റ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്യാറ് എന്താ, ഈ ലാസ്റ്റത്തെ എലമെന്റ് പോകും. അപ്പൊ എന്തായി, ആപ്പിള്, മാംഗോ അവിടെ വരും. അപ്പൊ ഡാറ്റ പോപ്പ് ചെയ്ത് കഴിഞ്ഞാണ്ടുള്ള പ്രിന്റ് ചെയ്ത ഡാറ്റയിൽ എന്തായി, ആപ്പിളും മാംഗോയും ഉണ്ട്. കാരണം പോപ്പ് ലാസ്റ്റ് എലമെന്റ് ആണെന്ന് നമുക്കറിയാം. ക്ലിയർ ഇല്ല, ക്ലിയർ ആയി, ഡൗട്ട് ഇല്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ പോപ്പ് ഉപയോഗിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇൻഡെക്സ് എത്രയാണ് കൊടുത്തു. ഇനി ഇൻഡെക്സ് ഏതാണ് നോക്കാണ്, നിങ്ങൾ ഇതിന്ന് നോക്കരുത്, നിങ്ങൾ നോക്കേണ്ടത് ഈ ഔട്ട്പുട്ടിലാണ്. കാരണം ഈ ഔട്ട്പുട്ടാണ് നിലവിലെ നമ്മളെ ഡാറ്റ. കാരണം ഡാറ്റ ഒന്ന് റിമൂവ് ചെയ്തില്ലേ, ഇത്ര ഉള്ളു ഇപ്പൊ നമ്മൾ ഡാറ്റ. ഇനി ഇതിന്നാണ് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പൊ പോപ്പിൽ 1 എന്ന് പറഞ്ഞ ഏതാ, 0, 1, 0, 1. ഇതിന്ന് ഇത് റിമൂവ് ചെയ്തു. ഇപ്പൊ മാംഗോ, ആപ്പിൾ മാംഗോ ആയി. ഇതിന്ന് ഇനി ഈ ഡാറ്റ ഉള്ളു, ഇത് ഇവിടെ ക്ലിയർ ചെയ്ത് പോയി. ഈ ഒന്ന് ഇനി ഇല്ല, നമുക്ക് ഒന്ന് ഇവിടെ പോയി, റിമൂവ് ചെയ്ത് പോയി. ഇനി ആപ്പിൾ മാംഗോയിൽ 1 ഏതാ, 0, 1. അപ്പൊ എന്ത് ചെയ്തു, ഈ 1 ഏതാ, മാംഗോ. അത് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഈ ഡാറ്റയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്, 1 പോയ ആപ്പിൾ. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ പോപ്പ് മനസ്സിലായ നിങ്ങൾക്ക്, റിമൂവ് ഐറ്റം നെയിം വെച്ചാണ്ട് റിമൂവ് ചെയ്യുക, ലാസ്റ്റ് എലമെന്റ് റിമൂവ് ചെയ്യാം, പോപ്പ് ഉപയോഗിക്കാം. ഇപ്പൊ പോപ്പിൽ ആപ്പിള്, മാംഗോ, ചെറി. പോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആപ്പിള്, മാംഗോ, ചെറി പോകും ലാസ്റ്റ് എലമെന്റ്.
ഇനി നമുക്ക് എന്താ റിമൂവ് സ്പെസിഫിക് ഐറ്റം യൂസിങ് ഇൻഡെക്സ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ 2 ഇൻഡെക്സ് 0 1 2 ചെറിയാണ് ഇവിടെ 2. അപ്പൊ പോപ്പിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 പോവും, ആപ്പിൾ മാംഗോ. അപ്പൊ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ മാംഗോ പോവും, 0 കൊടുത്താൽ ആപ്പിൾ പോവും. അപ്പൊ അത് മനസ്സിലായില്ലേ? അതൊക്കെയാണ് പോപ്പിൽ ഇൻഡെക്സ്, റിമൂവ്, കറക്റ്റ് നെയിം കൊടുക്കുക. ഇനി വരുന്ന ഒന്നും കൂടി ഉണ്ട്, മൊത്തം ലിസ്റ്റ് അങ്ങോട്ട് ക്ലിയർ ചെയ്യണം. അതിന് ക്ലിയർ നമ്മൾ നോർമൽ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ എന്താ പറയാ, ഞാൻ ഇവിടെ എന്ത് ചെയ്തു, അതൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലിയർ എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ഞാൻ ഡാറ്റ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഡാറ്റയിൽ ഫുൾ ഉണ്ടാവും. കാരണം എന്താ, ഈ സമയത്ത് ഒരു ഇഷ്യൂ ഇല്ല. ഇനി നോക്കിക്കോളെ, ഔട്ട്പുട്ട് വെച്ച് സംസാരിക്കാൻ മതി. ഫസ്റ്റ് ആപ്പിൾ മാംഗോ ഒന്ന് പറഞ്ഞ ഡാറ്റ എന്ന വേരിയബിളിലോട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഡാറ്റ പ്രിന്റ് ചെയ്തപ്പോൾ എല്ലാം വന്നു. അതിനുശേഷം എന്ത് ഡാറ്റ ഡോട്ട് ക്ലിയർ എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പൊ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ എന്തായി, കൺസ്ട്രക്ടർ അത് കോൾ ചെയ്തപ്പോൾ എന്താ ഉണ്ടായി, ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ നമ്മൾ ഈ മെത്തേഡ് എന്ത് ചെയ്തു, മെത്തേഡ് ഫംഗ്ഷൻ ചെയ്ത് ഉപയോഗിക്കണം, പ്രശ്നമാക്കണ്ട. ഇത് കോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, നമ്മളെന്താ പറഞ്ഞത്, ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ക്ലിയർ ചെയ്യും, ലിസ്റ്റിലെ എല്ലാ ഡാറ്റയും പോയി എംപ്റ്റി ആക്കി തരും. അപ്പൊ എന്തായി, ഡാറ്റ പ്രിന്റ് ചെയ്തു എംപ്റ്റി. നമ്മുടെ ഡാറ്റ ആ ലിസ്റ്റിൽ ഇനി ഒന്നും വേണ്ട, അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ എങ്ങനെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. റിമൂവ് ചെയ്തിട്ട് ഓക്കെ, റിമൂവ് ഐറ്റം ചെയ്തു. അപ്പൊ അത് നല്ല ക്ലീൻ ആയി. നമുക്ക് എല്ലാ ഓപ്ഷനും പോപ്പിനുള്ള ഇൻഡെക്സ് കൊടുക്കാം, റിമൂവ്, ക്ലിയർ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ടോപ്പിക് ആണ് ഈ വീഡിയോത്തെ ലാസ്റ്റ് ടോപ്പിക്, ലിസ്റ്റ് സ്ലൈസിങ്. അത് വെച്ചാൽ ഒരു പ്രത്യേക ഭാഗം എടുക്കുക ലിസ്റ്റ്. ഇപ്പൊ നമ്മൾ സ്ട്രിങ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല, 0 സ്റ്റാർട്ട് ടു എൻഡ് ഇൻഡെക്സ് അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റെപ്സ് അങ്ങനെ കൊടുത്താൽ സ്റ്റാർട്ട് എൻഡ് ഇൻഡെക്സ് അത് നോക്കാൻ പറ്റും, കണ്ടാ മനസ്സിലാവുന്നത്. ഇപ്പൊ സ്ട്രിങ്ങിനെ പോലെ നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറഞ്ഞ മെനി പാർട്സ് ആക്കാം. അപ്പൊ നമ്പേഴ്സിന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് വിചാരിച്ചോ, 1 10 20 30 40 എന്തോ ആവട്ടെ. ഈ നമ്പേഴ്സിൽ ഒന്ന് സ്റ്റാർട്ടിങ്, ഇത് സ്റ്റാർട്ട്, 4 എന്ന് പറഞ്ഞത് എൻഡ്. ഇത് നമ്മൾ ലിസ്റ്റിൽ സ്ട്രിങ്ങിൽ പഠിച്ചതാണ്, സ്റ്റാർട്ട് കോളൻ എൻഡ്. സ്റ്റാർട്ട് എന്താ, ഒന്നാമത്തെ ഇൻഡെക്സ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഇതിലുണ്ടാവും, 4 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഇതിലുണ്ടാവില്ല. അത് നമ്മൾ അതേ സ്ട്രിങ്ങിൽ പറഞ്ഞ സെയിം റൂൾസ് തന്നെ, 0 1 2 3 4 -1 -2 3 പറഞ്ഞ അതേമാതിരി തന്നെ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും. പക്ഷെ എൻഡ് ഇൻഡെക്സ് അതിൽ പെടൂല, അതിന് ഒന്ന് ബാക്കിലോട്ട് കയറി നിൽക്കും. അപ്പൊ ഒന്ന് ഇവിടെ ഏതാ, 0 1. അപ്പൊ 20 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 4 എന്താ, 0 1 2 3 4. 4 ഉണ്ടാവില്ല, 3 വരെ. അതാണ് 4 പറഞ്ഞത്, അവസാനം വരെ. അപ്പൊ 4 ഉണ്ടാവില്ല, 3 വരെ. അപ്പൊ ഇവിടെ 1 മുതൽ 3 വരെ നോക്കുക, 0 1. അപ്പൊ 20 മുതൽ 1 2 3 20 30 40 ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് നോക്കാം, സിമ്പിൾ ആണ്. അപ്പൊ ഇതിനുള്ളിൽ കുറച്ചും കൂടി ഡാറ്റ നമുക്ക് ആഡ് ചെയ്യാം. ഏത് ഡാറ്റ ടൈപ്പ് ആഡ് ചെയ്യാണല്ലോ നമ്മൾ പറയുന്നത്. ഇനി അതിനുള്ള ലിസ്റ്റ് ആഡ് ചെയ്യാട്ടാ, വെറുതെ ഒരു കൺഫ്യൂഷൻ ആണ്ട. ഇതിനുള്ള ഏത് ഡാറ്റ ടൈപ്പ് ആഡ് ചെയ്യുമല്ലോ, ലിസ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യാം, ഡയറക്റ്റ് പ്രിന്റ് ചെയ്യട്ടെ. നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. ഡാറ്റന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാ, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഫുള്ള് വരും. കാരണം എന്താ, ഇതും ഒരേ മീനിങ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഒന്നും കൊടുക്കുന്നില്ല, നമ്മള് എൻഡിങ് ഇൻഡെക്സും ഒന്നും കൊടുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, ഫുള്ള് വേണമെന്നല്ലേ. പിന്നെ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് കൊടുത്താൽ മതി. പക്ഷെ ഈ സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് സ്ലൈസിങ് വേണമെങ്കിൽ മാത്രം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു 2 മുതൽ 5 6 വരെയാണ് പറയാം, നോക്കിയില്ല അല്ലെ, 3 മുതൽ 6 വരെ എന്താണ് നോക്കിയില്ല ഡാറ്റ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നോക്കാതെ എങ്ങനെയാണ്. അപ്പൊ ഇത് ഇവിടെ വേണ്ട, നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇത് റൺ ചെയ്യാം. അപ്പൊ 3 എന്താ നോക്കാം, 0 1 2 3. 3 വരുന്നത് ഇവിടെ നിന്നാണ്, കാരണം 3 മുതൽ സ്റ്റാർട്ട്. ഇനി 6 വരെ, അപ്പൊ 5 ഉണ്ടാവുള്ളൂ. അപ്പൊ 3 4 5 3 4 5 ഉണ്ടാവുള്ളൂ, കാരണം 6 ഉണ്ടാവില്ല. 6 ഇതാണ്, ഇത് ഇൻക്ലൂഡഡ് അല്ല. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒന്നും കൊടുത്തില്ല. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 3 പറഞ്ഞു, എൻഡിങ് ഇൻഡെക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വരെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൊടുത്തിട്ടില്ലെങ്കിൽ ഫുള്ള്. അപ്പൊ ഈ 3 മുതൽ അങ്ങോട്ട് എല്ലാം വേണം എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ 3 മുതൽ ഇതിന്റെ അവസാനം ഇല്ല, അവസാനം എത്ര അതെല്ലാം വേണം. ഇനി ഇവിടെ ഒന്നും കൊടുക്കാതെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 4 കൊടുത്ത് വിചാരിച്ചു. അപ്പൊ എന്താണ്, എവിടെ സ്റ്റാർട്ടിങ് ഫുള്ള് വേണം, പക്ഷെ 4-ൽ അവസാനിക്കണം. 4-ൽ അവസാനിക്കാൻ 3-ഓടെ കഴിയും, 4 ഉണ്ടാവില്ലല്ലോ. എന്റെ പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യില്ല, എക്സ്ക്ലൂഡ് ആണ്. 4 എന്താ, 0 1 2 3 4. 5 ആണ് നമ്മളെ 4. അപ്പൊ ഈ 3 വരെ ഉണ്ടാവും. ആപ്പിള് മാംഗോ 1 3 ഇത്രേ ഉള്ളൂ. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എൻഡിങ് ഇൻഡെക്സ് ഇവിടെ കൊടുത്താലില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. സ്റ്റാർട്ടിങ് ഇൻഡെക്സും ഇവിടെ എൻഡിങ് ഇൻഡെക്സും ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളെ ഇഷ്ടം, എങ്ങനെ കൊടുക്കണം എങ്ങനെ കൊടുക്കേണ്ടതാണ്.
സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്ത് കൊടുക്കണം, എൻഡിങ് ഇൻഡെക്സ് എന്ത് കൊടുക്കണം. നിങ്ങളിത് നെഗറ്റീവ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും ട്രൈ ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ പല എക്സാമ്പിൾ ഇങ്ങനെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും വീണ്ടും. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ബഗ് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ChatGPT ഒക്കെ വേണം ഉപയോഗിച്ചോ, എന്താ പറയാ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ChatGPT ഉപയോഗിക്കേണ്ടതാണ് ഞാൻ പറയില്ല. പക്ഷെ എന്താണോ നിങ്ങൾക്ക് ChatGPT തരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവണം. മനസ്സിലായില്ലാണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചിരിക്കും, എന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരുമോ. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞത്, കാരണം നമ്മൾ ഈ എഫേർട്ട് ഇടുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന ഒറ്റ ചിന്തയിൽ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനുള്ള 100% അത് എന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ലിസ്റ്റ് എന്താ. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ലിസ്റ്റിന്റെ സ്റ്റാർട്ടിങ് കിട്ടാം, കംപ്ലീറ്റ് അല്ല. നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം അതിന്റെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. ലിസ്റ്റ് ഏകദേശം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.